Hello everyone. Welcome back to another Friday talk. അപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ ഒരു ഫ്രൈഡേ ടോക്കിലേക്ക് വെൽക്കം ചെയ്യാണ്. ഞാൻ ഓഡിബിൾ അല്ലേ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേ. Am I audible? Okay, thank you so much. അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ഉള്ള സമയമാണ്. എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഇരിക്കാം. ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ഫോണ് കയ്യിൽ വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോണ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് കൈയൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുക കേട്ടോ. സോ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. സ്ലോലി കണ്ണുകൾ അടയ്ക്കാം. So now you are breathing in. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Breathe out. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായിട്ട് അറിയുന്നുണ്ട്. Once again, take a deep breath in. Hold on and breathe out. Take a deep breath in. Hold on and breathe out. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസം നിങ്ങളുടേതായ താളത്തിലേക്ക് കൊണ്ടുവരാം. ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ ശ്രദ്ധ വീണ്ടും ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. Breathe in, hold on and breathe out. Very good. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഒന്ന് സ്കാൻ ചെയ്യാം. നിങ്ങളുടെ ഫീറ്റ്, കാൽപാദം, കാലുകൾ, നിങ്ങളുടെ തൈസ്, ഹിപ്സ്, സ്പൈനൽ കോഡ്, നിങ്ങളുടെ ഷോൾഡേഴ്സ്, സ്റ്റൊമക്ക്,
hands, your head. എല്ലാം റിലാക്സ്ഡ് ആകുന്നുണ്ട്. ഏതെങ്കിലും ശരീരഭാഗത്തിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് റിലീസ് ദം. കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. വീണ്ടും നിങ്ങളുടെ മൈൻഡിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നിങ്ങളുടെ ചിന്തകൾ ഒന്ന് സ്കാൻ ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ശരീരത്തിൽ ഒന്നായി സ്പ്രെഡ് ചെയ്യുന്നതായി ഇമാജിൻ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നെഗറ്റീവ് എനർജി ശരീരത്തിൽ നിന്നും റിലീസ് ആകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. വെരി ഗുഡ്. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ജസ്റ്റ് ഒരു ഹായ് പറയുമ്പോൾ അത് വാനിഷ് ആകുന്നതായിട്ട് കാണാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിലേക്ക് ഫോർഗിവ്നെസ് കൊണ്ടുവരാം. നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള സങ്കടങ്ങൾ ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള വേദനകൾ, സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള വേദനകൾ, ഇങ്ങനെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കാതിരുന്ന ഒരുപാട് അനുഭവങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അതെല്ലാം ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യാം. പതിയെ we are entering into a process of letting go. നമ്മൾ ആഗ്രഹിക്കാത്ത
അനുഭവങ്ങൾ, ആളുകൾ എല്ലാം നമ്മളിൽ നിന്നും റിലീസ് ചെയ്യാം. Just repeat after me. I am letting go of all the emotions, people, circumstances that I don't want. എന്നിൽ എൻ്റേതല്ലാത്ത, എനിക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാഹചര്യങ്ങളെയും ആളുകളെയും വേദനകളെയും എല്ലാം ഞാൻ റിലീസ് ചെയ്യുന്നു. ഈ ഒരു അഫർമേഷൻ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളിലുണ്ടായിരുന്ന എല്ലാ വേദനകളും നിങ്ങളിൽ നിന്നും റിലീസ്ഡ് ആകുന്നതായി ഫീൽ ചെയ്യാം. നിങ്ങളെ വേദനിപ്പിച്ച സാഹചര്യങ്ങൾ, സമയങ്ങൾ, ആളുകൾ എല്ലാം നിങ്ങളിൽ നിന്നും റിലീസ്ഡ് ആക്കുന്നുണ്ട്. You feel that പതിയെ ഒരു കറുത്ത പുക പോലെ നിങ്ങളിലെ വേണ്ടാത്ത നെഗറ്റീവ് എനർജീസ് റിലീസ്ഡ് ആയി പോകുന്നുണ്ട്. Feel that. നെഗറ്റീവ് എനർജീസ് ഒക്കെ ഒരു കറുത്ത പുക പോലെ നിങ്ങളിൽ നിന്നും റിലീസ്ഡ് ആകുന്നത് ഇമാജിൻ ചെയ്യാം. Now you feel more calm. ആദ്യത്തേതിനേക്കാളും കാം ആയിട്ട് നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വെരി ഗുഡ്. Now repeat after me. I let go and I let flow. I let go and I let flow. I let go and I let flow. Very good. നിങ്ങൾക്ക് ആദ്യത്തേതിനേക്കാൾ റിലാക്സ്ഡ് ആയിട്ട് കാം ആയിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളിലേക്ക്
ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാം. ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നന്മകളെ, ബ്ലെസ്സിങ്സിനെ നിങ്ങൾക്കൊന്ന് ഓർത്തെടുക്കാം. നിങ്ങളുടെ വീട്, കുട്ടികൾ, നിങ്ങളുടെ ജോലി, ഭക്ഷണം, എണ്ണിയാൽ തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലുണ്ട്. അതിനെയെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങളിപ്പോൾ കൂടുതൽ സന്തോഷത്തിലാണ്. വെരി ഗുഡ്. നിങ്ങളുടെ ജീവിതത്തിലും ശരീരത്തിലും മനസ്സിലും നിങ്ങളുടെ ക്രിയേറ്റർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യാം. റിപ്പീറ്റ് ആഫ്റ്റർ മീ. I thank myself and my Creator for this life. നിങ്ങളിലെ ഓരോ അനുഗ്രഹത്തിനെയും ഫീൽ ചെയ്ത് നിങ്ങൾക്ക് താങ്ക് യു പറയാം. വെരി ഗുഡ്. ഈ ഒരു മൊമെന്റിൽ ഇവിടെ ഇരിക്കുന്നതിന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. I appreciate myself for sitting here. ആദ്യത്തേതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ട് you can slowly come back. Focus on your breath. Slowly take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out.
slowly come back. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. So hope everyone is back. തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് കൈയൊക്കെ ഒന്ന് റബ് ചെയ്ത് ഫേസിലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. സോ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊക്കെ. Okay, how was the meditation? Okay, thank you so much everyone. ഇപ്പോൾ ജസ്റ്റ് മെഡിറ്റേഷൻ്റെ ഗ്ലിംസ് ഒന്ന് ഷെയർ ചെയ്യാം. ഇന്ന് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സിലൂടെ കടന്നുപോയി അല്ലേ? നമ്മൾ ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മളിൽ വേണ്ടാത്ത എനർജീസ് കാര്യങ്ങളൊക്കെ നമ്മൾ റിലീസ് ചെയ്തു. അതിലൂടെ നമ്മളിലുള്ള നമ്മളല്ലാതിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ റിലീസ് ചെയ്തു. ദെൻ അതിൻ്റെ ശേഷമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് എൻ്റർ ചെയ്തത്. അപ്പൊ എപ്പോഴും നമുക്കറിയാം നമ്മൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ചില സമയത്തെങ്കിലും നമ്മളിൽ എന്തോ ഒരു അൺഹെൽത്തി ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ഓക്കെ അല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ദാറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് നമ്മൾ ഈ ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഫോർഗിവ്നെസ് ഇസ് ജസ്റ്റ് ലൈക്ക് ഇന്ന് സെഷനിൽ എന്തായാലും നമുക്ക് ഫാരിഷ മാം ഫോർഗിവ്നെസ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അപ്പം പല സമയങ്ങളിലും നമ്മൾ പറയാറുണ്ട് അല്ലെ, നമ്മളിലെ ചുറ്റുമുള്ള അനുഭവങ്ങളും ആളുകളും ഒക്കെ നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഇതിന്റെയൊക്കെ ഒരു ആകെ തുകയാണ് നമ്മളെന്ന് പറയാറുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ചിലപ്പോൾ വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ ചിലപ്പോൾ ചെറിയ ചെറിയ വേദനകൾ പോലെ ചെറുപ്പത്തിലായിട്ടും നമ്മൾ വളരുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ഉള്ളിൽ എവിടെയോ നമ്മൾ കയറ്റി വെച്ചത് കൊണ്ടായിരിക്കും ചില സമയത്തെങ്കിലും ആളുകൾ എന്തെങ്കിലും പറയുന്ന സമയത്തും ഒക്കെ നമുക്കൊരു ട്രിഗർ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ പല ആളുകളും പറയാറുണ്ട്, അവൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചത് എനിക്ക് ഇഷ്ടമായില്ല എന്ന്. പക്ഷെ ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എവിടെയോ ആ ഒരു എന്താ പറയാ എസെൻസ് അവിടെ അല്ലെങ്കിൽ വേണ്ടാത്ത എന്തോ ഒരു എനർജി അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള എനർജീസിനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. ഇതിനെ നമുക്ക് ഈ ഒരു ഫോർഗിവ്നെസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്താ ഒരു ക്ലീൻ ആയിട്ടുള്ള പോലെ, അല്ലെങ്കിൽ നമ്മൾ അല്ലാത്തതൊന്നും ഇല്ല അവിടെ. അപ്പൊ പിന്നെ നമ്മൾ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് നിറയ്ക്കുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ട് നല്ല ഒരു ഗുഡ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ദാറ്റ്സ് ഓൾ ഫോർ അബൌട്ട് ദ മെഡിറ്റേഷൻ. അപ്പൊ നമുക്ക് സെഷനിലേക്ക് എൻ്റർ ആവാൻ ടൈം ആയിട്ടുണ്ട്. എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ ഐ വിൽ വെൽക്കം ഫാരിഷ മാം. ജസ്റ്റ് റെഡി ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ റെഡി എന്ന് പറയാം കേട്ടോ. Okay, so let me just welcome Farisha ma'am to lead the session. I welcome Farisha ma'am. Thank you, Rinchi. Thank you so much. എല്ലാവർക്കും സുഖല്ലേ? ഐ ഹോപ്പ് യു ഓൾ ആർ ഫൈൻ. അപ്പോൾ നമ്മളെ ഫ്രൈഡേ ടോക്കിൽ വീണ്ടും നമ്മളെ ക്ഷണം സ്വീകരിച്ച് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. പിന്നെ നമ്മളെ പാരന്റിങ് അൺലോക്കിംഗ് ജേർണി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. ഇറ്റ്സ് റിയലി ഇനിയും പ്രോസസ്സുകൾ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഒരു Q&A സെഷൻ ഒക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ കേൾക്കാൻ വന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇതേപോലെയുള്ള വിസ്റ്റംസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പം താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. അപ്പം ഇന്ന് ഞാൻ കരുതി, ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിലുള്ള ആർക്കെങ്കിലും പറയാൻ കഴിയോ വാട്ട് ഈസ് ഫോർഗിവ്നെസ് എന്നുള്ളത്? ഇന്ന് ഫോർഗിവ്നെസ് ആണ് ടോപ്പിക്. ഫോർഗിവ്നെസിന്റെ ഒരു ബ്യൂട്ടിഫുൾ മെഡിറ്റേഷൻ റിൻഷി തന്നത് നിങ്ങൾക്ക്. ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ക്ലെൻസ് യുവർ ഹാർട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഫോർഗിവ്നെസ് എന്താണെന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ.
വാട്ട് ഈസ് ഫോർഗിവ്നെസ്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യോ? ഫോർഗിവ്നെസ് എന്താണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യ്. ഓക്കെ, ഞാനെന്നെ പറയാം. ഓക്കെ ഫൈൻ. ഹാപ്പിനെസ് എന്താണെന്ന് അറിയോ? വാട്ട് ഈസ് ഹാപ്പിനെസ്? വാഷിംഗ് സിൻസ്. യാ റൈറ്റ് മറിയം, വെരി ഗുഡ്. പുറത്തു കൊടുക്കുക. യാ റൈറ്റ്. ഓക്കെ. ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? നമ്മൾ കഴിഞ്ഞ സെഷനിൽ അറിയാലോ അല്ലെ, ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി. ഹാപ്പിനെസ് എന്താണ്? വാട്ട് ഈസ് ഹാപ്പിനെസ്? വാട്ട് ഈസ് ഹാപ്പിനെസ്? കല്ലുകൊണ്ട് മരത്തിൽ എരിയുമ്പോഴും ആ മരം തരുന്ന ഫലം. വാവ്, ഗ്രേറ്റ്. എറിയുമ്പോൾ എന്നാണ് ഉദ്ദേശിച്ചത്. ഐ എം റിയലി സോറി. ഓക്കെ ഓക്കെ. യാ, അത് ഭയങ്കര കറക്റ്റ് ഒരു ഫിലോസഫിയാണ് അല്ലെ. കല്ലുകൊണ്ട് എറിയുമ്പോഴും ആ മരം തരുന്ന ഫലം. യാ, ഇറ്റ്സ് ഫോർഗിവ്നെസ് ആൻഡ് ദ അൺകണ്ടീഷണൽ ലവ് ഈസ് ദേർ, നോ? അപ്പം ആക്ച്വലി ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്ലസ് ഫോർഗിവ്നെസ് പ്ലസ് ലവ് ഈസ് ഹാപ്പിനെസ്. നമ്മളെല്ലാരും അൾട്ടിമേറ്റ് ഗോള് ഹാപ്പിനെസ് ആണല്ലോ. നമ്മളിപ്പോ പൈസക്ക് വേണ്ടിയിട്ടായാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് സാധനം സക്സസ് ആൻഡ് ഹാപ്പിനെസ്, റൈറ്റ്? സക്സസിൽ എത്തിയാലും നമ്മൾ ചില സമയത്ത് നമ്മളെ ലൈഫിൽ വിചാരിച്ചൊരു സക്സസിൽ നമ്മൾ എത്തിയാലും പലപ്പോഴും നമുക്ക് ഹാപ്പിനെസ് എന്താണെന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ? അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഹാപ്പിനെസ് ഈസ് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് പ്ലസ് ഫോർഗിവ്നെസ് പ്ലസ് ലവ് ഈസ് ഹാപ്പിനെസ്. ഓക്കെ, അപ്പോ ഫോർഗിവ്നെസ് എന്തിനാ നമ്മൾ ഫോർഗിവ്നെസ് ചെയ്യുന്നത്? ഗ്രാറ്റിറ്റ്യൂഡിന്റെ സെഷനിൽ നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് അത്രമാത്രം നമ്മളെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഫോർഗിവ്നെസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മളിപ്പോ ലൈക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് വാഷ്റൂം ഇപ്പൊ നമ്മള് നല്ല ഒരു ഊത് അല്ലെങ്കിൽ ഒരു പെർഫ്യൂം അല്ലെങ്കിൽ ഒരു എയർ ഫ്രഷ്നർ കൊണ്ടുപോയി വെക്കുന്നതിനേക്കാളും നല്ലത് ചെറിയൊരു 10 രൂപന്റെ സെബീന പൊടി ഇട്ട് വാഷ്റൂം ക്ലീൻ ചെയ്താലല്ലേ നമുക്ക് ഹെൽത്തി ആയിട്ട് ആ വാഷ്റൂമിൽ പോകാൻ പറ്റൂ എന്നുള്ളത്. അപ്പൊ ആ രീതിയിലാണ് ഫോർഗിവ്നെസ്. നമ്മളെ മൈൻഡിൽ എത്രമാത്രം നമ്മളത് ഹോൾഡ് ചെയ്യുന്നോ, നമ്മളെ മൈൻഡിലേക്ക് നമ്മൾ ഇന്റേണലി നിറച്ചു വെക്കുന്ന വെനമാണ് ലൈക്ക് നമ്മൾ ഫോർഗിവ് ചെയ്യാണ്ട് പല പ്രയാസങ്ങളും ഹോൾഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മളെ ജീവിതയാത്രയിൽ പലരുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. നമ്മളെ ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, ടീച്ചേഴ്സ് ആവാം. പല രീതിയിൽ നമുക്ക് ആൾക്കാരിൽ നിന്ന് വോയിസ് കയറി വരാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. നമുക്കിപ്പോ എല്ലാം ഓക്കെ, ആരും എന്നെ ഒന്നും പറയരുതേ, ലൈക്ക് ആരും ആ രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റൂലല്ലോ. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ലൈഫ്. എല്ലാവരും നമ്മളെ ചുറ്റും പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവരും നമ്മളെ പേഴ്സണാലിറ്റിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ നിന്ന് കാര്യങ്ങൾ വരണമെന്ന് നമ്മൾ പറയുന്നത് അത് നമ്മളെ മണ്ടത്തരം. ബട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മളെ ഒരു എനർജി പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഈ രീതിയിൽ, അതായത് ഫോർഗിവ്നെസ് നമ്മൾ ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ്സ് ഫോർ അവർ സെൽഫ്. റിൻഷി ഒന്ന് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യണമായിരുന്നു. ജസ്റ്റ് എ മൊമെന്റ്. ആക്ച്വലി ഇന്ന് എനർജി കുറച്ച് കുറവായിരുന്നു. ഒരു 2 hours കണ്ടിന്യൂസ് ഒരു കൗൺസിലിങ്ങിന് ഇരുന്നിട്ട് ഇറ്റ്സ് ആള് ഭയങ്കര ഞാൻ ഈ ഒരു യാത്രയില്, ഈ ഒരു മനുഷ്യന്മാരുടെ ഇടയിലുള്ള ഒരു യാത്രയില് ഓരോരാളെ ജീവിത കഥ കേൾക്കുമ്പോഴേ ഇറ്റ്സ് ലൈക്ക് പറയാൻ ചില സമയത്ത് നമ്മൾ തന്നെ ഇമോഷണൽ ആയി പോകും. അങ്ങനെ ഓരോരോ ആൾക്കാരെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, ഇന്ന് വന്നൊരു കുട്ടി, ഷീ ഈസ് 30 years old. ആള് ഷുഗർ ബാധിച്ച് ആളുടെ വിരലുകളൊക്കെ മുറിച്ചിട്ടുണ്ട്. പിന്നെ കാലിന് പ്രശ്നമുണ്ട്. അതിനുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആള് പോകുന്നുണ്ട്. അപ്പോഴും ആളുടെ ഫാമിലി തീരെ സപ്പോർട്ട് ഇല്ലാണ്ട് ആൾക്കുള്ള ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിനെതിരെ അതായത് ഫാമിലിക്ക് മനസ്സിലാവാതെ ഫാമിലി വല്ലാണ്ട് ആളെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ ഈ കുട്ടി ബ്രദറ് ഈ കുട്ടീന്റെ തലക്ക് വല്ലാണ്ട് അടിച്ചിട്ട് ബ്ലഡ് വന്ന സമയത്ത് ഈ 30 വയസ്സുള്ള പെൺകുട്ടി കംപ്ലീറ്റ് മുടി അങ്ങ് മുറിച്ച്, കംപ്ലീറ്റ് മുടി
ആക്ച്വലി ഒന്നും ഇല്ല മുടി. ആളെന്നെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ആള് മുറിച്ച് ഒഴിവാക്കിയതാണ്. ആൾക്ക് സർവൈവ് ചെയ്യാൻ അതിന് മുടി വേണ്ടാന്നുള്ളില്ല. ഭയങ്കര ഒരു ഭംഗിയുള്ള കുട്ടി. എനിക്ക് കണ്ടിട്ട് എന്താ പറയാ, അതാണ് കാര്യങ്ങൾ. ഓരോ മനുഷ്യന്മാരെ ഓരോ ജീവിത കഥയാണ് എന്നുള്ളതാണ്. അപ്പം ഇവിടെ പറയണ്ടല്ല, ബട്ട് എന്തോ പറയണം തോന്നി. ഓക്കെ റിൻഷി, ഇനി ഷെയർ ചെയ്യാൻ പറ്റില്ലേ സ്ക്രീന്? യെസ്. ഹലോ. ഓക്കെ. ഓക്കെ, അപ്പോ ടു ഫോർഗിവ് ഈസ് ദ ഹയസ്റ്റ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫോം ഓഫ് ലവ്. ഇൻ റിട്ടേൺ യു വിൽ റിസീവ് അൺടോൾഡ് പീസ് ആൻഡ് ഹാപ്പിനെസ്. ഫോർഗിവ് ചെയ്യാന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു ഹയസ്റ്റ് ഫോം ആണ് അല്ലെ. അത് നമുക്ക് എന്താ പറയാ, ഹയസ്റ്റ് ഫോം ആണ്, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അത്രയും സ്നേഹത്തിന്റെ ഒരു അത്രയും ഭംഗിയുള്ള ഒരു ഫോമാണ് ഫോർഗിവ്നെസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന്റെ റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത് സമാധാനവും സന്തോഷവും. ഓക്കെ, ഫോർഗിവ് ഒരു എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ലൈഫാണ്. ഓരോരോ ആൾക്കാർ നമ്മളെ ഇടയിലൂടെ ജീവിച്ചു പോകുമ്പോൾ പലരിടത്തുനിന്നും പല സാധനങ്ങളും നമ്മുടെ അടുത്ത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ നിങ്ങളെല്ലാം ഇപ്പോ മോട്ടിവേഷന് ഒരു പന്നോ ഇല്ലാത്ത കാലത്താണല്ലോ നമ്മൾ ഉള്ളത്. സോഷ്യൽ മീഡിയയിലെല്ലാം ഇഷ്ടം പോലെ മോട്ടിവേഷൻ ഫുള്ള് അവൈലബിൾ ആണ്. പല മോട്ടിവേഷൻ കഥകളിലും കേട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ബാഗേജ് ഇങ്ങനെ വാങ്ങി വെക്കാണ്. ഓക്കെ, ആ ഇത്താത്ത എന്നോട് അങ്ങനെ പറഞ്ഞു, ആ ഇത്താത്തനെ എടുത്ത് നമ്മളെ ചുമലിൽ വെച്ച്. മറ്റേ ആ ഇക്കാക്ക അങ്ങനെ പറഞ്ഞു, ആ ഇക്കാക്കനെ എടുത്തിട്ട് നമ്മളെടുത്ത് ചുമലത്ത് വെച്ച്. ഓക്കെ, ആ മറ്റേ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, ആ ചേച്ചിനെയും എടുത്ത് ചുമലത്ത് വെച്ച്, ചേട്ടനെയും എടുത്ത് ചുമലത്ത് വെച്ച്. നമ്മൾ അങ്ങനെ ഓരോരോ ആളെയും എടുത്തെടുത്തെടുത്തെടുത്ത് ലാസ്റ്റ് നമ്മളെ ഒരു യാത്ര, നമ്മളെ ജീവിതത്തിന്റെ യാത്ര നമ്മളായിട്ട് ഹെക്ടിക് ആക്കണം അല്ലെ. ഇത്രയും ബാഗേജസ് നമ്മൾ ഹോൾഡ് ചെയ്തതിന് എങ്ങനെ നമുക്ക് നടക്കാൻ പറ്റുക, എങ്ങനെ നമുക്ക് നമ്മളെ സക്സസിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോ ഫോർഗിവ് ചെയ്യാന്ന് പറയുന്നത് തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ഫോം ഓഫ് ലവ് ആണ് ഫോർഗിവ്നെസ്. ഓക്കെ, പിന്നെ ഫോർഗിവ് അതേഴ്സ് നോട്ട് ബിക്കോസ് ദേ ഡിസേർവ് ഫോർഗിവ്നെസ് ബട്ട് ബിക്കോസ് യു ഡിസേർവ് പീസ്. ഓക്കെ, നമ്മൾ എപ്പോഴും വിചാരിക്കും ഓക്കെ ഫൈൻ, ഞാൻ വിട്ടുകൊടുത്തിട്ട് കാര്യം തന്നെ, എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടില്ല, ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കണ്ടേ എന്നൊക്കെ വിചാരിക്കും. എന്തിനാ ഞാൻ വിട്ടുകൊടുത്തിട്ട് എന്തിനാ, ആള് എന്നോട് അങ്ങനെയല്ല പെരുമാറില്ല, എന്നെ അങ്ങനെയല്ല പറഞ്ഞില്ല, എന്നെ ഇത്രയും പ്രയാസപ്പെടുത്തില്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നെ കുറിച്ച് ഇങ്ങനെ പറയും അല്ലെ. ആ സമയത്ത് നമ്മൾ വിചാരിക്കും നമുക്ക് ലൈക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോർഗിവ് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി ഇറ്റ് വിൽ കിൽ യു. നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു വെനം, വി ക്യാൻ സേ ദാറ്റ് വെനം, വിഷമാണ്. നമ്മളെ ഇന്റേണൽ വേൾഡിനെ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷമാണ് അൺഫോർഗിവ് ചെയ്യാണ്ട് കിടക്കുന്ന സാധനങ്ങൾ പലതും. നമ്മൾ ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവല്ലേ, എന്താണെന്നറിയില്ല പക്ഷെ എന്തോ ഒരു ടെൻഷൻ അല്ലേ. നമ്മൾ ഇങ്ങനെ പറയും നമുക്ക് എന്ത് സംഭവം ഒന്നും അറിയില്ല, ബട്ട് എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. പേഴ്സണൽ ട്രിഗർ ഒന്നും ഇല്ല, പേഴ്സണൽ സാധനങ്ങളൊന്നും ഇല്ല, ചുറ്റും നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല. ബട്ട് ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്, ഐ എം നോട്ട് ഫീലിംഗ് ഹെൽത്തി, ഐ എം നോട്ട് ഫീലിംഗ് ഹാപ്പി. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ആക്ച്വലി നമ്മൾ ഫോർഗിവ് ചെയ്യാണ്ട് നമ്മൾ ഒരാള് ബുദ്ധിമുട്ടാക്കി, ബട്ട് നമ്മളെ ഉള്ളിൽ ആ ഒരു വൂണ്ട് നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ആള് പറഞ്ഞതും ആള് പ്രയാസപ്പെടുത്തിയില്ല. ആ സമയത്ത് ഫോറിൻ എനർജി നമ്മളിലേക്ക് വരും. അതായത് നമ്മളതല്ലാത്ത ഒരു എനർജി നമ്മളിലേക്ക് വരും, നമ്മളതല്ലാത്ത ഒരു എനർജി. അതാണ് പലപ്പോഴും നമ്മളിങ്ങനെ നമുക്ക് ഓക്കെ ഞാൻ എല്ലാവരോടും ഫോർഗിവ് ചെയ്യുന്ന, എനിക്ക് ആരോടും ഒരു പ്രശ്നവും ഇല്ല എന്നെല്ലാം നമ്മൾ പറയും വാക്കുകൊണ്ട്. ബട്ട് മേ ബി നമ്മളെ ഉള്ളില് ഉണ്ടാവും, നമ്മൾ പോലും അറിയാണ്ട് കിടക്കുന്ന ഒരുപാട് വോൺസ് ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം ക്ലെൻസ് ചെയ്തിട്ട് നമ്മളെ ഹാർട്ടിനെ, നമ്മളെ ആ ഒരു സ്പിരിച്വൽ കോഷ്യന്റ് നമ്മൾ കൂട്ടിയാലാണ് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ലൈക്ക് ആ ഒരു തവക്കുൽ സ്റ്റേറ്റില്, അല്ലെങ്കിൽ എന്താ പറയാ, ഋഗ്വേദാസ് ഒക്കെ എന്തൊക്കെയോ അതിനെ കുറിച്ചിട്ട് ലൈക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഋഗ്വേദയില് ഈ ഒരു തവക്കുൽ സ്റ്റേറ്റിന്റെ വേറൊരു ഫോം പറയുന്നുണ്ടായിരുന്നു. ഐ ജസ്റ്റ് ഫോക്കസ് ദാറ്റ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് വൺനെസ് ആക്സസ് ചെയ്തിട്ട് നമ്മളെ സ്പിരിച്വൽ കോഷ്യന്റ് കൂട്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുക നമ്മളെ എല്ലാ സാധനങ്ങളും അങ്ങ് വിട്ടുകൊടുത്തതിനാലാണ്. നമ്മൾ നമ്മളെ പ്രയാസപ്പെടുത്തി, ശരി, നമ്മൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കാത്തത് പറഞ്ഞു, നമ്മളല്ലാത്ത പല സാധനങ്ങളും ഇവർ പറഞ്ഞു. ഓക്കെ, ആ സമയത്ത് നമ്മളെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് നമുക്കിപ്പോ ഈ ഒരു യാത്രയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ.
തോട്ട്സ് എത്രമാത്രം നമ്മളെ ബോഡിയിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലും സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പോ ഞാൻ പറഞ്ഞ ഫോറിൻ എനർജി നമ്മളിലേക്ക് വരും. പിന്നെ അങ്ങനെ ഒരുപാട് ഹാമാണ് നമ്മൾ നമ്മളെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർഗിവ് ചെയ്യാണ്ട് വെക്കുന്ന സാധനങ്ങളെല്ലാം ഇറ്റ്സ് കില്ലിങ് യുവർ സെൽഫ്. യു ആർ കില്ലിങ് യുവർ സെൽഫ് എന്നേ പറയാനില്ല, അതിന്റെ അപ്പുറത്തൊന്നും പറയാനില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാവും, നമ്മളെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ കരിയറിൽ ഇഷ്യൂസ് ഉണ്ടാവും, ചിലപ്പോൾ പാരന്റിങ്ങിൽ ഇഷ്യൂസ് ഉണ്ടാവും. പല രീതിയിലുള്ള ഇഷ്യൂസ് ചെറിയ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കൂല ഇതിന്റെ ബിഹൈൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മളെപ്പോഴും എന്താ കരുതാ, നമ്മള് പറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ എന്തിനാ ഇപ്പൊ പുറത്തു കൊടുക്കുന്നത്, അവരല്ലേ തെറ്റ് ചെയ്ത്, അവരല്ലേ പറഞ്ഞത്, അവരല്ലേ നമ്മളെ പ്രയാസപ്പെടുത്തിയത് നമ്മൾ കരുതും അല്ലേ. ബട്ട് ഇറ്റ്സ് കില്ലിങ് യുവർ സെൽഫ്. അപ്പോ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട്, എന്റെ സമാധാനത്തിന്, എന്റെ ആരോഗ്യത്തിന്, എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ കംപ്ലീറ്റ് ഐ ആം ഗോയിങ് ടു ക്ലെൻസ് ഇറ്റ്. ഐ ആം ഗോയിങ് ടു ക്ലെൻസ് മൈ ഹാർട്ട്. ഓക്കെ, അത് നിങ്ങൾ ഇന്ന് ഈ ഒരു സെഷൻ കഴിയുന്നതിന്റെ ഇടയിൽ തീരുമാനം എടുക്കണം. ആരെന്ത് ചെയ്താലും പല ടെക്നിക്സും ഉണ്ട് ആക്ച്വലി. നമ്മളെ മൈൻഡിൽ നമുക്ക് ഈ NLP ടൂൾസ് ഉണ്ട്, നമുക്ക് ജേർണൽ ചെയ്ത് കളയാം. പല രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്തിട്ടുള്ള പല സാധനങ്ങൾ ചിലപ്പോൾ എഴുതുമ്പോൾ നമുക്ക് വരും, ഓക്കെ ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്ന് നമുക്ക് പോലും അറിയാണ്ട് എഴുതുമ്പോൾ ഓരോ സാധനങ്ങൾ അങ്ങ് വരും. അപ്പൊ ആ രീതിയിൽ നമ്മൾ എഴുതിയിട്ട് ബേൺ ഇറ്റ്, ഡ്രാഫ്റ്റ് ഇറ്റ് ആൻഡ് ബേൺ ഇറ്റ്. അപ്പോ അതാണ് ഫോർഗിവ്നെസ് ചെയ്യേണ്ട ഒരു അവസ്ഥന്റെ കാര്യം. ബിക്കോസ് യു ഡിസേർവ് പീസ് ഫോർ യുവർ ഹാപ്പിനെസ്. ഓക്കെ, പിന്നെന്താ, റിമെമ്പർ വെൻ യു ഫോർഗിവ് യു ഹീൽ, വെൻ യു ലെറ്റ് ഗോ യു ഗ്രോ. അപ്പൊ വേറൊരു കാര്യം മനസ്സിലാക്കണേ, നമ്മൾ ഫോർഗിവ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളവിടെ ഹീലായി, നമ്മളവിടെ ഫ്രീ ആയി, നമ്മളെ മൈൻഡ്, നമ്മളെ ആത്മാവിനൊരു തേട്ട് ഉണ്ടാവും. ബിക്കോസ് നമ്മളെ ആത്മാവ് അപ്പോ നമ്മളെല്ലാം എന്താ പറയാ, പ്യൂറസ്റ്റ് ഫിത്ര മീൻസ് ലൈക്ക് ഖുറാനിൽ പറയുന്നുണ്ട്, എല്ലാ മനുഷ്യനും അത്രമാത്രം പ്യൂറസ്റ്റ് ഡിവൈൻ ലൈറ്റും ആയിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചിട്ടുള്ളത് അല്ലെ. നമ്മള് പാരന്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മക്കള് മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളെ ഹാർട്ട് അങ്ങ് ഭയങ്കര ലൈക്ക് ലയനത്തില് അവരെ കാണുമ്പോൾ നമ്മളെ എല്ലാ വിഷമങ്ങളും മറക്കുന്ന എന്താണ്, അവർ ആ ഡിവൈൻ ഓറയിലാണ് അവര് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ചില മനുഷ്യന്മാരുടെ ഫേസിൽ ഭയങ്കര ഓറയായിരിക്കും. അവര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവര് ഹൃദയത്തിൽ ഒന്നും ഹോൾഡ് ചെയ്യാതെ അവരെ ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിലുള്ള ജീവിതമായിരിക്കണം നമ്മളത്. റിമെമ്പർ വെൻ യു ഫോർഗിവ് യു ഹീൽ ആൻഡ് വെൻ യു ലെറ്റ് ഗോ യു ഗ്രോ. ഡെഫിനറ്റ്ലി യു ഗ്രോ. നമ്മൾ ഒരാൾ നമ്മളെ പ്രയാസപ്പെടുത്തിയത് നമ്മൾ ഫോർഗിവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്, ഞാൻ പറഞ്ഞില്ല, നമ്മൾ കംപ്ലീറ്റ് ഫ്രീ ആയി. കംപ്ലീറ്റ് നമ്മളെ ഹാർട്ട് അത്രമാത്രം ഹെൽത്തി ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഫോർഗിവ് ചെയ്യാണ്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിന്റെ പിറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഷോക്കാവും. അത്രമാത്രം ബോഡിക്ക്, നമ്മളെ മൈൻഡിനെല്ലാം ഹാം ഉണ്ടാക്കുന്ന, നമ്മൾ ഹോൾഡ് ചെയ്യാണ്ട് ലൈക്ക് റിലീസ് ചെയ്യാണ്ട് ഹോൾഡ് ചെയ്തിട്ടുള്ള പല ലൈക്ക് സാധനങ്ങളും. അപ്പൊ അതാണ് ഫോർഗിവ് ചെയ്താലുള്ള ഒരു ഗുണം. റിമെമ്പർ വെൻ യു ഫോർഗിവ് യു ഹീൽ ആൻഡ് വെൻ യു ലെറ്റ് ഗോ യു ഗ്രോ. ഓക്കെ, പിന്നെ ഫോർഗിവ്നെസ് ഈസ് എ ഗിഫ്റ്റ്. എ ഗിഫ്റ്റ് യു ഗിവ് യുവർ സെൽഫ്. ഫോർഗിവ്നെസ് എന്താണ്? നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. നമ്മളെ സ്വന്തത്തിന്, നമ്മളെ ട്രൂ സെൽഫിന്, നമ്മളെ സ്വയത്തിന് കൊടുക്കുന്ന ഒരു അത്രമാത്രം പ്രഷ്യസ് ഗിഫ്റ്റ് ആണ് ഫോർഗിവ്നെസ്. ആരും എന്ത് ചെയ്തോട്ടെ, ആരും എന്ത് പറഞ്ഞോട്ടെ, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളല്ലാത്തതായിരിക്കും അവര് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളേ ഇല്ല, നമ്മളുമായിട്ട് ഒരു കാര്യവും നമ്മളായിട്ട് ബാധിക്കാത്ത കാര്യമായിരിക്കും അവര് പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് വി ഷുഡ് ട്രൈ ടു ഫോർഗിവ്. ഓക്കെ, അത് നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫോർഗിവ്നെസ് ഈസ് എ ഗിഫ്റ്റ് യു ഗിവ് യുവർ സെൽഫ്. Resentment is like drinking poison and then hoping it will kill your enemies. അപ്പൊ വേറൊരു മിത്ത അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ നമുക്ക് പറയാൻ എന്താണ്, റിസെന്റ്മെന്റ് നമ്മൾ ഈ ഒരു ഫോർഗിവ്നെസ് ലൈക്ക് ഫോർഗിവ് ചെയ്യാണ്ട് ഹോൾഡ് ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങൾ നമ്മൾ തന്നെ പോയിസൺ കുടിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചിന്തിക്കുന്നത്, അത് നമ്മളെ എനിമീസിനെ കില്ല് ചെയ്യും, നമ്മൾ പറഞ്ഞ ആൾക്കാരെ ഇറ്റ് വിൽ ഡിസ്ട്രോയ് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ, ഈ അവര് പറഞ്ഞതും പ്രവർത്തിച്ചതും സാധനങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ആ സമയത്ത് നമ്മള് പോയിസൺ കുടിക്കാണ്. യു ആർ ഡ്രിങ്കിങ് പോയിസൺ ആൻഡ് ഹോപ്പിങ്. നമ്മൾ എന്നിട്ട് മണ്ടന്മാരായിട്ട്, പൊട്ടന്മാരായിട്ട്, വിഡ്ഢികളായിട്ട് നമ്മൾ
പ്രതീക്ഷിക്കാണ് എന്താണ് ഇതെല്ലാം എന്റെ എനിമിനെ ബാധിക്കും, ഞാൻ ഇത് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്ക, ഇതൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന ചെയ്യൂന്ന് തന്നെ മൈൻഡ് മേ ബി നമ്മള് ജീവിച്ച സാഹചര്യം, നമ്മൾ കണ്ടു വളർന്നതായ സംഭവങ്ങൾ അങ്ങനെയാണല്ലോ. പൊതുവെ എന്തെങ്കിലും ചെയ്ത ആൾക്കാർക്ക് വിട്ടുകൊടുക്കാണ്ട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ സൊസൈറ്റിന്നും നമ്മളെ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്നും എല്ലാം നമ്മൾ കാണുന്നുള്ളത്. അപ്പൊ ആ സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് ഈ ഒരു പ്രോഗ്രാം നമ്മളെ ഉള്ളിൽ കടന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്സിൽ നമ്മൾ പരമാവധി ഒരു റീപ്രോഗ്രാമിങ്ങിന്റെ ടച്ചിങ്സ് ആണ് നിങ്ങൾക്ക് തരുന്നുള്ളത്. ഇപ്പൊ ഇതിലാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ഒരു അവയർനെസ് ഷിഫ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഇപ്പൊ റിസെന്റ്മെന്റ് ഈസ് ലൈക്ക് ഡ്രിങ്കിങ് പോയിസൺ ആൻഡ് ദെൻ ഹോപ്പിംഗ് ഇറ്റ് വിൽ കിൽ യുവർ എനിമീസ്. അത് എഴുതി വെച്ചോ. നമ്മള് പൊട്ടന്മാരായിട്ട് നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാതെ നമ്മളെ തെറ്റിദ്ധാരണ അതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ എന്തിനാ വിട്ടുകൊടുക്കുന്നേ? അവരല്ല എന്നോട് തെറ്റ് ചെയ്തത്, ബട്ട് യു ആർ ഡ്രിങ്കിങ് യുവർ പോയിസൺ. എന്നിട്ട് നമ്മൾ വിചാരിച്ചിരിക്കാണ് നമ്മൾ വിട്ടുകൊടുക്കാണ്ട് നിന്നതിന് അവര് തീർന്നു എന്നുള്ളത്. പൊട്ടത്തരാണ്. നമ്മൾ വിട്ടുകൊടുത്താലാണ് നമ്മളെ നമ്മളെ ട്രൂ സെൽഫ് അങ്ങ് റിലീസായി, നമ്മളെ സ്പിരിച്വൽ ഹാർട്ട് അങ്ങ് ക്ലെൻസ് ആയി, നമ്മൾ അത്രമാത്രം ഒരു ഫ്രീ ബേർഡായി. എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പ്രയാസപ്പെടുത്തിയത് മൈൻഡിലുണ്ടെങ്കിൽ പ്ലീസ്, എന്താ പറയാ, ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ വോണ്ട് ടു സേ ലെറ്റ് ഇറ്റ് ഗോ. അത് ഒഴിവാക്കുക ചെയ്യണം. ഓക്കെ, അപ്പം ഇത്രയുമാണ് ലൈക്ക് സ്ലൈഡ്സ് ഉള്ളത്. ഹലോ, ജസ്റ്റ് എ മൊമെന്റ്. ഹലോ, ഓക്കെ ഫൈൻ. അപ്പം കുറച്ചൊക്കെ ഫോർഗിവ്നെസിന്റെ കാര്യങ്ങൾ നിങ്ങൾ ടച്ച് ചെയ്ത് സാധനങ്ങൾ കയറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ സെഷൻ കഴിയുന്നതിന്റെ ഇടയിലാണ് തീരുമാനിക്കുക. അതിന് ആരെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങിക്കോ. ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആ ഒരു ഇൻസിഡന്റ് ഡ്രാഫ്റ്റ് ചെയ്യാം, എഴുതാം, എന്നിട്ട് അത് ബേൺ ഔട്ട് ചെയ്യാം. ഓക്കെ, ബേൺ ചെയ്ത സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇന്റൻഷൻ വെക്കുക. ഒരു സർട്ടിഫിക്കറ്റ് കത്തി നഷ്ടപ്പെട്ടാൽ പിന്നെ ആ സാധനം കിട്ടൂലല്ലോ, പിന്നെ ഡ്യൂപ്ലിക്കേറ്റിന് കുറെ കഷ്ടപ്പെടണം അല്ലെ? നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെടണം. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ഇപ്പോ നിങ്ങൾ കഷ്ടപ്പെടുകയും ചെയ്യണ്ട. ഓക്കെ, കത്തിച്ച തന്നെ ആ രീതിയിൽ നമ്മൾ ഹാർട്ടിനെ നമ്മൾ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കും നമ്മൾ ഇതെല്ലാം എന്തിനാ, ഈ പ്രോസസ്സുകളൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് വിചാരിക്കും. നമ്മളിപ്പോ ഓരോ പെർസ്പെക്റ്റീവ് എടുക്കുമ്പോഴും ഞാൻ കൂടുതലും പിന്നെ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് പറയുന്ന, ഐ വാസ് ബോൺ ഇൻ ഇസ്ലാം ആസ് ഇസ്ലാം ആൻഡ് ഐ വാസ് ലിവിങ് ഇൻ ദാറ്റ്. അതാണ് പലപ്പോഴും ഞാൻ ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുള്ളത്. അപ്പൊ ഇപ്പം നമ്മളോട് അസ്തഗ്ഫിറുള്ള വർദ്ധിപ്പിക്കാൻ പറയുന്നില്ലേ? ഇപ്പൊ ഹംദ് പറയാൻ പറയുന്നത് ഇറ്റ്സ് അൽഹംദുലില്ലാ, ഇറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് എന്താ പാർട്ട് ഓഫ് അസ്തഗ്ഫിറുള്ള നമ്മളോട് 5 നേരവും പറയുന്നുണ്ട്. നമ്മൾ നിസ്കാരത്തിന് ശേഷം നമ്മളോട് പറയാൻ പറയുന്നുണ്ട് അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ. വി ആർ ആസ്കിങ് ഫോർഗിവ്നെസ് ടു ദ ഗ്രാൻഡ് മാസ്റ്റർ. ഓക്കെ, അത് നിങ്ങൾ എന്താക്കുക, ഓരോ സമയത്ത് അസ്തഗ്ഫിറുല്ലാ പറയുമ്പോൾ ആരെങ്കിലും ഇന്നത്തെ ദിവസം പ്രയാസപ്പെടുത്തിയെങ്കിൽ ലെറ്റ് ഗോ യു, അടുത്തത് അസ്തഗ്ഫിറുല്ലാ, ലെറ്റ് ഗോ യു. ഇനി എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മളെ ക്ലെൻസ് ചെയ്തുകൊണ്ട് നിൽക്കാം. ഇപ്പൊ നമ്മള് മറ്റൊരു ലൈക്ക് റിലീജിയൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾ എന്താണോ റിച്വൽസ് ഫോളോ ചെയ്യുന്നത് അതിലും ഉണ്ടാവും പല കാര്യങ്ങളും. എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യന്മാരുടെ സന്മാർഗത്തിനും നേരായ വഴിക്കും, ഇറ്റ്സ് ഓൾ അബൌട്ട് ലിവിങ്. എന്താണ്, ഒരു മനുഷ്യന് ജീവിക്കേണ്ട കാറ്റലോഗ് ആയിട്ടാണ് വേദഗ്രന്ഥങ്ങൾ ഈ ഭൂമിയിൽ ഉള്ളത് എന്നാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കേണ്ട അതിനൊരു കാറ്റലോഗ്. നമ്മളൊരു പ്രൊഡക്റ്റ് പോയിട്ട് വാങ്ങിക്കുന്ന, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുന്ന, ദർ ഇസ് എ കാറ്റലോഗ്, നോ, ഹൗ ടു ഓപ്പറേറ്റ് ഇറ്റ്. ഇല്ലേ? അതേപോലെ ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെ ജീവിക്കണം എന്നുള്ള അതിനൊരു കംപ്ലീറ്റ് കാറ്റലോഗ് ആണ് ഓരോ വേദഗ്രന്ഥങ്ങളും എന്നുള്ളത്. ഞാൻ അടുത്തിടെ ഒരു ഋഗ്വേദയിലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല സംഭവങ്ങളും അതിൽ കാണാൻ പറ്റി. എവറിത്തിങ് ഈസ് ഗോയിങ് വൺ എൻഡ് ഓഫ് ദ ഡേ ഇൻ വൺനെസ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ശരിക്കും നമ്മള് ഒരു പാട്ട് ഓർമ്മ വരുന്നത്, ലൈക്ക് പാടാൻ അറിയില്ല, പാടാൻ ഓർമ്മ വന്നാൽ പിന്നെ പാടുകയും ചെയ്യണം. അതാണ് എന്റെ ഒരു പ്രശ്നം. പാടിയാൽ നിങ്ങൾ വെറുപ്പിക്കലായി പോവുകയും ചെയ്യും. ഓക്കെ, ഐ വിൽ സിംഗ് ഇറ്റ്. പടപ്പ് പടച്ചോനെ പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി, അന്യോനം പോരാടി നിൽക്കേണ്ട പുന്നാര ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. ഓക്കെ, അതിന്റെ ബാക്കി ഒരുപാട് അങ്ങ് ഭയങ്കര വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ്. ഞാൻ പലപ്പോഴും ആ വരികളിലൂടെ കടന്നു പോകുമ്പോൾ ഐ വാസ് തിങ്കിങ് ദാറ്റ് ആക്ച്വലി
ഇറ്റ്സ് ഹ്യൂമാനിറ്റി. അതാണ് നമ്മള് ഇപ്പൊ ഹദീസിലേക്ക് വന്നു കഴിഞ്ഞാല് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, വാനലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കൂ എന്ന് പറയുന്നത്. അതാണ് പല കവികളുടെയും വരികളായിട്ടുള്ള ഈ ലോകത്ത് നമ്മളെ ഒരു ഹെൽത്തി ലിവിങ്ങിന് വേണ്ടിയിട്ടാണ് പല കവികളും പലതും എഴുതി വെച്ചിട്ട് പോയിട്ടുള്ളത് ഞാൻ ചിന്തിക്കലുണ്ട്. പല കാര്യങ്ങളും ചില ലൈക്ക് ചില പാട്ടുകളുടെ വരികളിലൂടെ പോകുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ ഇൻഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മളെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ ഒരു പാട്ടിന്റെ ബാക്കി തന്നെ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്, അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്, അതിലോരോ നിസ്കാര പായാവിരേക്ക്. റൈറ്റ്, ഞാൻ പാടി ഉറപ്പിക്കുന്നത് റിയലി സോറി. ആക്ച്വലി റിൻഷി, താങ്ക് യു സോ മച്ച്. റിൻഷി പിന്നാന്ന് നമ്മള് ഗ്രൂപ്പിൽ ഒരു പാട്ടിട്ടപ്പോ പിന്നെ റിൻഷി പെട്ട്, പിന്നെ ഫുള്ള് എന്റെ പാട്ടായിരുന്നു വാതിര വരെ. റിൻഷി ഓക്കെ ഫൈൻ. എവിടെയോ ഒരു ആഗ്രഹമുണ്ട് പാട്ട് പാടണം എന്നുള്ള. അത് പലതും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യൂന്നൊക്കെ പറയുന്ന കറക്റ്റ് ആട്ടോ. ഞാനിപ്പോ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ബട്ട് ഒരു മ്യൂസിക് ടീച്ചർ ഉണ്ട് നമ്മളടുത്ത്. അപ്പൊ ആളുമായിട്ട് പേഴ്സണൽ അത്ര കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് അടുത്തിടെ പിന്നെ ആളിവിടെ വീട്ടില് കുറെ സമയം വരാനും, ആളുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്, രണ്ടാളും കൂടി മോന്റെ കല്യാണം ക്ഷണിക്കാൻ വന്നതായിരുന്നു. അങ്ങനെ ഒരുപാട് സംസാരിച്ച് അപ്പൊ ആള് മ്യൂസിക് ടീച്ചറാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇപ്പൊ നടത്തൊന്നിച്ചാ അപ്പൊ ഞാൻ ടീച്ചറെ അടുത്ത് കുറച്ച് പാട്ട് പഠിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ് കാര്യം. അപ്പം അതാണ് ഫോർഗിവ്നെസിന്റെ കാര്യം. ഐ ഹോപ്പ് യു ഗെറ്റ് സംതിങ്. ഈ സെഷൻ കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് തീരുമാനം എടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ക്ലെൻസ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ വോണ്ട് ടു ക്ലെൻസ് മൈ ഹാർട്ട്. ലൈക്ക് എന്താ പറയാ, ആ ഒരു പ്യുവറസ്റ്റ് ഫോമിൽ ആ ഡിവൈൻ ഓറ നമ്മളെ ഹൃദയത്തിലേക്ക് പ്രതിഫലിക്കുന്ന രീതിയിൽ നമ്മൾ ഹാർട്ടിനെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പറയുമ്പോൾ ഞാൻ എന്റെ സ്വയത്തിനോടും കൂടി പറയാണ്. ഞാനും ആസ് എ ഹ്യൂമൻ ബീങ് ഐ ഓൾസോ വാസ് ഗോയിങ് ത്രൂ ഒരുപാട് ഇൻസിഡൻസ് നമുക്കും ഉണ്ടാവും. നമ്മൾ പ്രതിക്കും. ബട്ട് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും നമ്മൾ എനർജി ഇങ്ങനെ ഹൈ ആയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള വിസ്റ്റംസ് കേട്ട് നമ്മൾ അതിലൂടെ ജീവിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. പലതും നമ്മൾ ആ വിസ്റ്റംസ് കേൾക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ സറണ്ടേർഡ് ആയിട്ട്, ഇപ്പൊ നിങ്ങൾ മെഡിറ്റേഷൻ കഴിഞ്ഞ് റിൻഷിന്റെ ആ ഒരു പവർഫുൾ മെഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മളെ മൈൻഡ് ആൽഫ സ്റ്റേറ്റ് ആക്സസ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് യു ആർ കംപ്ലീറ്റ്ലി സറണ്ടേർഡ് ആൻഡ് ഓപ്പൺ ടു റിസീവ്. ആ സമയത്ത് നമ്മൾ ചില വിസ്റ്റംസ് നിങ്ങളെ ഉള്ളിലേക്ക് കയറും. അപ്പോ ആ രീതിയിൽ ഞാനെല്ലാം എന്റെ ഗുരുവിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും ആ രീതിയിൽ ആള് പറയുന്നതിലൂടെ ഞാൻ ജീവിക്കുക ചെയ്യല്. ആ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പലതും നമ്മളങ്ങ് ക്ലെൻസ് ആയി പോകും. പിന്നെ ചിലപ്പോൾ നമ്മൾ പോയിട്ട് ടൂൾസിന്റെ ചെയ്യണം വരെ ഉണ്ടാവില്ല. ആ ഒരു അവയർനെസ് കിട്ടുമ്പോൾ തന്നെ നമ്മളങ്ങ് ക്ലെൻസ് ആയി, നമ്മളങ്ങ് കഴുകി കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ആരെങ്കിലും എന്തും ആയിക്കോട്ടെ ലൈക്ക് ഒരു ഇൻസിഡന്റ് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടിയാണ്. ആള് ഭയങ്കരമായിട്ട് ഫിസിക്കൽ അബ്യൂസ് നേരിടേണ്ടി വന്ന ഒരു കുട്ടിയാണ്. ഫിസിക്കലി ഭയങ്കരമായിട്ട് അബ്യൂസ് നേരിടേണ്ടി വന്ന ഒരു കുട്ടിയാണ്. ആളോട് പോലും എനിക്ക് ഇത് പറയാൻ വേണ്ടി പറ്റുന്നില്ല. ലൈക്ക് ആളെ ഫിസിക്കലി അബ്യൂസ് ചെയ്ത ഒരാളോട് ഫൊഗീവ് ചെയ്ത് കൊടുക്കണമെന്ന് ഒരു പെണ്ണായി ഞാനെങ്ങനെ പറയാന്നുള്ളതില് എനിക്കത് പറയാൻ പോലും പറ്റുന്നില്ല. ബട്ട് ഐ വാസ് ഡിസ്കസിങ് വിത്ത് മൈ ലൈക്ക് വൺ ഓഫ് മൈ ഗുരുസ്. അപ്പോ ആള് പറഞ്ഞ ഫൊഗിവ്നെസ്. ഫിസിക്കലി അബ്യൂസ് ചെയ്ത ആ കുട്ടീനെ ഫിസിക്കലി അബ്യൂസ് ചെയ്ത ആൾക്ക് ഫൊഗീവ് ചെയ്ത് കൊടുക്കാനാ പറയുന്നുള്ളത്. ഫിസിക്കലി അബ്യൂസ് ചെയ്ത ആൾക്ക്. ഇപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ ഒരു സംഭവം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത പാർക്ക്, തൊട്ട് മുന്നിലായിരുന്നു പാർക്ക്. നമ്മളെ പാരന്റിങ് അൺലോക്കിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് അല്ലെ റിൻഷി? അപ്പൊ അന്ന് ആക്ച്വലി ഞാൻ വൈകുന്നേരം വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി പോയി. വൈകുന്നേരം അന്ന് കുറച്ച് മഴേന്റെ ഒരു ഇത് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല പാർക്കില്. ബട്ട് ഞാൻ ആ ഒരു മഴയെ എൻജോയ് ചെയ്ത് ആ വൈബിൽ അങ്ങനെ അവിടെ ഇരുന്ന് ഒരു ടൈം എനിക്കൊന്ന് 5:45 അങ്ങനെ ആയപ്പോ ഞാൻ ഇറങ്ങി വന്ന് പാർക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു വണ്ടി സ്ലോ ആക്കിയിട്ടുണ്ടായിരുന്നു. ഐ യൂസ് ടു
വെയർ ഫേസ് കവർ ബിക്കോസ് എനിക്ക് അലർജിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ യൂസ് ടു വെയർ ഫേസ് കവർ യൂഷ്വലി. അപ്പോ ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് എൻ്റെ മുന്നിൽ നിർത്തി. ഒരു കാറിൽ 4 ആൾക്കാർ വന്ന് നിർത്തിയിട്ട് എന്നോട് ചോദിക്കാണ് എവിടെയാ പോയിട്ടുള്ളത് എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എവിടാ, ഞാൻ പാർക്കിൽ പോയത്. ആളെ ഒരു ട്യൂണ് കണ്ടപ്പോ ഞാനും കുറച്ചൊന്ന് എന്റെ സാധനങ്ങൾ ലൈക്ക് ആ ഒരു അഗ്രസീവ് എന്നല്ല, ആ ഒരു കുറച്ച് ഒരു റഫായിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളാരാ അത് ചോദിക്കാന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങളെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി ഇതെന്താ ഇപ്പൊ വീഡിയോ എടുക്കാന്. ഞാൻ പറഞ്ഞു നിങ്ങള് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഓക്കെ ഫൈൻ, നിങ്ങൾ നിൽക്കുക, എന്റെ ബ്രദറിനെ വിളിച്ചിട്ട് അതിൽ ക്ലാരിറ്റി കിട്ടിയിട്ട് നിങ്ങൾ പോയാൽ മതി പറഞ്ഞു അവരോട്. അപ്പൊ അവര് പറഞ്ഞില്ല ഇല്ല ഞങ്ങളോട് വെറുതെ പറഞ്ഞതാ. ബട്ട് എന്റെ വീട് ഹൈവേ തന്നെയാണ്. അപ്പൊ ഞാൻ എന്തൊക്കെ വീട്ടിൽ കയറാണ്ട് ആ ഷെൽട്ടറിൽ തന്നെ നിന്ന് എന്റെ ഉപ്പാന്റെ ബ്രദറിനെയും അവരെല്ലാം വിളിച്ച്. അപ്പൊ ഇവര് വണ്ടി സ്റ്റാർട്ടാക്കിയ സമയത്ത് ഞാൻ മുന്നിൽ പോയിട്ട് 5:45 ടൈം മുന്നിൽ പോയിട്ട് നിന്നിട്ട് വണ്ടിന്റെ മുകളിൽ മോണറ്റിന്റെ മുകളിൽ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടി എടുന്ന് മൂവ് ചെയ്യാൻ പാടില്ല, എനിക്ക് നിങ്ങൾ വീഡിയോ എടുത്തിന്ന് പറഞ്ഞതിന് എനിക്ക് ക്ലാരിറ്റി കിട്ടാണ്ട് നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കരുത് എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഇല്ല ഇല്ല വെറുതെ പറഞ്ഞ കാരണം ഇവര് വണ്ടി മൂവ് ചെയ്യിപ്പിച്ചപ്പോ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എന്റെ ബോഡി ഞങ്ങൾക്ക് സേഫ് ആക്കണല്ലോ. അപ്പൊ ഞാൻ മാറി നിന്നു. അവര് പറഞ്ഞില്ല നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ എന്റെ ബ്രദർ വരും, എന്റെ ആൾക്കാർ വരും, വന്നിട്ട് നിങ്ങൾ പോവാൻ പാടുള്ളൂ എന്നും പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ പറഞ്ഞ സമയത്ത് കുറച്ച് ഇവർക്കൊന്നും മനസ്സിലായി ഇത് ലൈക്ക് സീനാവുന്നു. അപ്പൊ ഞാൻ ആ ഒരു മൊമെന്റിൽ ഞാൻ ആ വണ്ടീന്റെ നമ്പർ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഷെൽട്ടറിൽ തന്നെ ഏകദേശം എനിക്കൊന്ന് ഒരു ഹാഫ് ആൻ അവറിന്റെ മേലെ ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു. എന്റെ ഉപ്പാന്റെ ഫാമിലി അവരൊക്കെ വരുന്നവരെ ഞാൻ അവിടെ ഷെൽട്ടറിൽ മഴയത്ത് ആ ഒരു സന്ധ്യാസമയത്ത് ഞാൻ അവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊന്നല്ല, അവരെന്റെ വീട് മനസ്സിലാക്കി ഇവരെങ്ങനത്തെ ആൾക്കാരാന്ന് എനിക്ക് അറിയില്ലല്ലോ. പിന്നീട് വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുമോ എന്നുള്ള ഒരു പേടിയിലാണ് ആ ഷെൽട്ടറിൽ തന്നെ ഞാൻ നിന്നത്. അങ്ങനെ ഫൈനലി സ്റ്റേഷനിൽ പോയി. ഉപ്പാന്റെ ഫാമിലി എല്ലാരും വന്ന്, ഉപ്പാന്റെ ഒരു ബ്രദർ അഡ്വക്കേറ്റാ, പിന്നെ അങ്ങനെ അവരൊക്കെ വന്ന് ഫൈനലി അവിടെ അപ്പത്തേക്ക് കാര്യങ്ങൾ വിളിച്ച് സെറ്റ് ചെയ്തു. പ്രശ്നമൊന്നുമില്ല, നമ്പറുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് ഒരു കേരളം അല്ലെങ്കിൽ ഒരു വലിയ ഒരു എന്താ പറയാ അംഗീകാരമാണല്ലോ, നമ്മളെ വാക്കുകൾ മതി. അതായത് വലിയ പ്രൂഫൊന്നും ഇല്ലെങ്കിലും നമുക്ക് ലീഗലി മൂവ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ ഫൈനലി സ്റ്റേഷനിൽ പോയി ആൾക്കാരെ ഫൈൻഡ് ചെയ്തു. അന്ന് രാത്രി വന്നില്ല, പിറ്റേന്ന് രാവിലെ അവരൊക്കെ അവിടെ വന്നു. അപ്പോ ഞാൻ ആദ്യം കുറച്ച് ആസ് നോർമൽ ഹ്യൂമൻ ബീങ് ഞാൻ ആ ഒരു ഹാഫ് ആൻ അവർ ഞാൻ കിടന്നുപോയ ഒരു സാധനങ്ങൾ ഉണ്ടല്ലോ എന്താണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ എന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായപ്പോ ഞാന് ഇവരോട് ചോദിച്ചു. ആക്ച്വലി കേസിന്റെ പുറകെ പോകുന്നതിന് ഒരു പ്രശ്നമില്ല. അവിടുന്ന് എസ് ഐ പറഞ്ഞ എന്തായാലും നിങ്ങൾ കേസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോടുന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു സോറി ഒരാള് ദുബായിലേക്ക് പോകേണ്ടതാ. അപ്പൊ അങ്ങനെ കുറെ പ്രയാസങ്ങൾ പറഞ്ഞു. മേ ബി അവര് കുറച്ച് ആൽക്കഹോളിക് ആയിരുന്നു, അതാണ് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായത്. അപ്പോ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെ പോലത്തെ ഒരു ബ്രദറും നിങ്ങളെ പോലത്തെ ഒരു ഹസ്ബൻഡും നിങ്ങളെ പോലെയുള്ള ആൾക്കാരും ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ. എന്റെ സുരക്ഷയ്ക്ക് എന്നെക്കാളും കൺസേൺ ഈ പറഞ്ഞ എന്റെ ചുറ്റും ജീവിക്കുന്ന ഈ പുരുഷന്മാരും പിന്നെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉപ്പാന്റെ ബ്രദറ് സിസ്റ്റർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരുമാണ് എന്റെ സുരക്ഷയ്ക്ക് എന്നെക്കാളും കൺസേൺ. അപ്പൊ നിങ്ങൾ ഒരു വാക്കും പറഞ്ഞങ്ങ് പോയി. മേ ബി എനിക്കിപ്പോ ആ ഒരു ഗഡ്സ് ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ ആ ഒരു നമ്പർ ഫോട്ടോ എടുക്കേണ്ട ഒരു ഇത് കാണിച്ചു. ബട്ട് ഒരു സാധാരണ ഒരു തീരെ ഗട്സ് ഇല്ലാത്ത ഒരു ലേഡിന്റെ അടുത്ത് നിങ്ങൾ ഇത് ബിഹേവ് ചെയ്ത് നിങ്ങൾ ടൈം ഒന്ന് ആലോചിച്ചു. ഇപ്പൊ നമ്മൾ പറയും, ഞാൻ ഉപ്പന്റെ ബ്രദറിനോട് പറയായിരുന്നു. കാരണം നമ്മള് കേരളത്തിന്റെ സ്വന്തം നാട്, സ്വാതന്ത്ര്യം, അങ്ങനെ ഒരുപാട് ഫിലോസഫീസ് ഹോൾഡ് ചെയ്യുമ്പോഴും ഈ 5:45 ടൈമിൽ വീട്ടിന്റെ മുറ്റത്തേക്ക് ഞാൻ ഇറങ്ങിന്. അവിടെ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നുള്ള. അപ്പോ എന്നോട് ഉപ്പാന്റെ ബ്രദർ പറഞ്ഞ് അപ്പൊ ലൈക്ക് ഫൈനലി കേസിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആ സമയത്ത് പോണമെന്നുണ്ടായിരുന്നു. ആക്ച്വലി കുറച്ച് ഇവർക്കൊന്ന് പണി കൊടുക്കണം എന്നുള്ളതിൽ ഫൈനലി ഇവരെ മൊബൈൽ സൈബർ സെല്ലില് കൊടുത്തു ഫോമാറ്റ് ചെയ്തിട്ട് ആ രീതിയിലാണ് വിട്ടത്. അവര് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഈ പറഞ്ഞ എന്തോ ഒരു ആൽക്കഹോളിക് സംഭവത്തിൽ നിന്ന് വന്ന ഒരു സാധനമാണത്. ബട്ട് ഞാൻ അവരോട് ഫസ്റ്റ് അഗ്രസീവ് ആയിട്ട് പറഞ്ഞിട്ടെങ്കിലും പിന്നീട് ഞാൻ ഈ രീതിയിൽ കാര്യം പറഞ്ഞപ്പോ ഇപ്പം അടുത്ത് അതിനുശേഷം ഇപ്പൊ എന്റെ പരിസരത്തുള്ള ആൾക്കാരാണ്. അപ്പൊ ഒരാൾക്ക് ഭയങ്കര കുറ്റബോധം
ലൈക്ക് അങ്ങനെ ചെയ്തു പോകേണ്ടിയിരുന്നില്ല അതായത് നമ്മൾ ആ ഫോഗീവ് ചെയ്ത് കൊടുത്തോണ്ടാണെന്നില്ല, അവരായോണ്ടാണ് ആ രീതിയിൽ മൂവി, അവര് നഷ്ടപരിഹാരം തരാനല്ല റെഡി, ചെയ്യാൻ അവര് റെഡി ആയിട്ട് നിൽക്കായിരുന്നു. അപ്പൊ അതാണ് ഫോഗീവ്നെസിന്റെ കാര്യം. മേ ബി നമ്മൾ ആ ഒരു ആക്ഷനിലൂടെ അവർക്ക് ഒരു റിയലൈസേഷൻ കിട്ടിയെങ്കിൽ ഇനി ഒരാളോടും ഇങ്ങനെ പെരുമാറാതിരിക്കട്ടെ എന്നുള്ള ഒരു തോട്ടും പിന്നെ ആ രീതിയിലാണ് കാര്യങ്ങൾ ക്ലോസ് ചെയ്തത്. അപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പൊ പ്രവാസികൾ ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കം. ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊ ആരുമില്ല, ബ്രദറും ഇല്ല, ഹസ്ബൻഡും ഇല്ല, ആരും ഇല്ല. ഇപ്പൊ മോനുണ്ട്, മോന് ഇപ്പൊ 10 ഇയർ ആയതുകൊണ്ട് ഓനിപ്പോ കുറച്ച് ഗ്രോണപ്പ് ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉമ്മനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞേ, അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് പ്രവാസികളില്ലാത്ത ഒരു വീടുകളില്ല, എല്ലാത്തിനും പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം മാറിക്കേനെ. അപ്പൊ ഇങ്ങനെയുള്ള ബിഹേവിയർ എത്രമാത്രം നമ്മളാ ഒരു എന്താ പറയാ ഒരു പ്രയാസപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. പിന്നെ മേ ബി നമ്മൾ ഒരു പാനിക് അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. പെട്ടെന്ന് ഒരാൾ വണ്ടിയിൽ 4 ആൾക്കാർ വന്ന് വീഡിയോ എടുത്തിനെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഏതെല്ലാം രീതിയിൽ ചിന്തകൾ പോവാ, അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ ഫൈനലി അതാണ് കാര്യം. അപ്പൊ നമ്മൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോൾഡായിട്ട് കാര്യങ്ങൾ തീരുമാനം ലൈക്ക് ആ രീതിയിൽ മുന്നോട്ട് പോവാന്നാണ്. ഇപ്പൊ ആ ഒരു സ്മാർട്ട് മൂവ് നടത്താം. ഇപ്പൊ എന്നോട് പറഞ്ഞു, നീ ചെയ്തത് സ്മാർട്ട് മൂവാണ്, വീട്ടിൽ കയറാതെ നീ നിന്നത് എന്ന് എന്റെ ഉപ്പന്റെ ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കയറാതെ നീ ഷെൽട്ടറിൽ തന്നെ വെയിറ്റ് ചെയ്ത് നീ എടുത്ത സ്മാർട്ട് മൂവാണ് എന്നുള്ളത്. അപ്പം നമ്മള് പലപ്പോഴും പതറിപ്പോകരുത്. ഓരോ സിറ്റുവേഷനിലും വി ട്രൈ ടു കോപ്പ് അപ്പ് ആൻഡ് ട്രൈ ടു അവിടെ സ്മാർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ നമ്മൾ പാകപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതാണ് കാര്യം. പിന്നെ ഫോർഗിവ്നെസിന്റെ കാര്യം മറക്കരുത്. ഫോർഗിവ്നെസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. ഹാപ്പിനെസ് ഈസ് ഈക്വൽ ടു ഗ്രാറ്റിറ്റ്യൂഡ് പ്ലസ് ഫോർഗിവ്നെസ് പ്ലസ് ലവ്. ഓക്കെ, പിന്നെ വേറെ ഒന്നും കൂടി പറയാം. ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻ മൈനസ് ഇമോഷണൽ ചാർജ്. ഓക്കെ, വാട്ട് ഹാപ്പൻ മൈനസ് ഇമോഷണൽ ചാർജ്. വാട്ട് ഹാപ്പൻ എന്താണ്? ഓക്കെ, അവള് എന്നെ അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഇവരിപ്പൊ എനിക്ക് ഒരു ഇൻസിഡന്റ് തന്നു, വീഡിയോ എടുത്തു എന്ന് പറഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തി, റൈറ്റ്? അപ്പൊ അവിടെ ഒരു വാട്ട് ഹാപ്പൻ സാധനങ്ങൾ വന്നല്ലോ. ഹാപ്പൻ ചെയ്ത് എന്താണ്, അവർ ആ സമയത്ത് തന്നെ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് പേടിപ്പെടുത്താൻ നോക്കി. അവിടെ ഇമോഷണലി ഞാനും ഇമോഷണലി ഡൗൺ ആയിരുന്നു. നമ്മളിപ്പോ മൈൻഡ് പവർ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിലും ചില സമയത്ത് വി ആർ ഫേസിങ് ലൈക്ക് ഫേസിങ് ദാറ്റ് മൊമെന്റ്. അപ്പോ നമുക്ക് ചില സാധനങ്ങൾ നമുക്ക് ട്രിഗർ ആവും. അപ്പോ ബട്ട് എന്തോ ഇതൊക്കെ പഠിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫോട്ടോ എടുക്കാനും അവരോട് നിക്ക് പോവരുത് എന്ന് പറയാനുള്ള ഒരു തന്റെ ഇടൊക്കെ കാണിച്ചത്. ബട്ട് ആദ്യമേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റെസ്പോണ്ട് ചെയ്യായിരുന്നു, റിയാക്ട് ചെയ്യാൻ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ ഹെൽത്തി ആയിട്ട് കാര്യങ്ങൾ കഴിഞ്ഞെന്നുള്ളത്. അപ്പൊ ആ വാട്ട് ഹാപ്പൻ സാധനങ്ങൾ, ആ വാട്ട് ഹാപ്പൻ സാധനങ്ങൾ ഉള്ളിൽ ഒരു ഇമോഷണൽ ചാർജ് ഉണ്ട്. എന്താണ്, ഇവര് ആ പറഞ്ഞ സമയത്തുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ തേച്ച് അതിൽ ഇമോഷണലി നമ്മൾ ചാർജ് ചെയ്ത സംഭവങ്ങൾ അല്ലെ, ഇവരെന്നെ പ്രയാസപ്പെടുത്തിയത് ഇമോഷണൽ ചാർജസ്. പിന്നെ ഇവരോടൊരു വെറുപ്പ് വന്നത്. എന്നാലും ഞാൻ ഈ 5:45 സമയത്ത് പോയിട്ട് ആടെ എന്നെ നിർത്തിയിട്ട് ഇവരെന്നോട് വീഡിയോ എടുത്തിനെന്ന് പറയുന്നത് എന്ത് കേരളം, ഇതെന്ത് സ്വതന്ത്ര നാട്, ഇതെന്ത് എവിടെ പോയി സ്ത്രീകളെ സംരക്ഷണം. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ എന്താണ്, ഇമോഷണലി നമ്മൾ ചാർജ് ചെയ്യാണ്. ഓക്കെ, ഇമോഷണൽ ചാർജസ്. ഓക്കെ, അപ്പൊ ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഹാപ്പൺ എന്നുള്ള ആ ഒരു സംഭവം എന്തായാലും അവിടെ തന്നെ ഉണ്ടാവും, വാക്കുകൾ ഉണ്ടാവും, ഇവര് പറഞ്ഞ ഇൻസിഡന്റ് സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഒരുപാട് നമ്മൾ ബിസി ഷെഡ്യൂളിലായി കഴിഞ്ഞാൽ അതങ്ങ് മാനു പോവാന്നാണ്. അപ്പൊ ഈ വാട്ട് ഹാപ്പൻ സാധനത്തിന് ഇമോഷണൽ ചാർജ് അങ്ങ് മൈനസ് ചെയ്യാം. അതായത് അവര് ഉണ്ടാക്കിയ പ്രയാസം ഉണ്ടല്ലോ, ആ സാധനം, ആ ഇമോഷണലി സംഭവത്തിന് നമ്മളങ്ങ് കട്ട് ചെയ്യാൻ. ഇനി എനിക്ക് ഇവരെ കണ്ടാൽ എനിക്ക് ഒരു സാധനവും ഇല്ല, എനിക്ക് ഇവരെ കണ്ടാല് ഒരു സംഭവവും ഇല്ല. ആ ഒരു വാട്ട് ഹാപ്പൻ സാധനം ഉണ്ട്, ചിലപ്പോ എനിക്ക് ചിരി വരും. ഇവര് എനിക്ക് ചിരിയോ വരാ, ഇനി അവരെ നേരിട്ട് കണ്ടാല് ഡെഫിനറ്റ്ലി ഐ വിൽ സ്മൈൽ. ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു അവരെ വീട് മനസ്സിലാക്കിയിട്ട് കുറച്ച് സ്വീറ്റ്സ് എല്ലാം വാങ്ങിയിട്ട് പോകണം. സത്യത്തിൽ എന്റെ മൈൻഡിലുണ്ടായി, പക്ഷെ ഹസ്ബൻഡ് അമ്മയ്ക്കൂല, ആ പ്രശ്നം. ഇവര് 4 ആളെ വീടും മനസ്സിലാക്കിയിട്ട് ഒന്ന് കുറച്ച് സ്വീറ്റ്സും ചോക്ലേറ്റ് ഇവരും മക്കൾക്കെല്ലാം വാങ്ങിച്ചിട്ട് പോകണമെന്നുണ്ടായി. ഭയങ്കര മഹാനായിട്ടൊന്നുമല്ല, ബട്ട് ഐ ഫീൽ സംവെയർ സംഹൗ ദാറ്റ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൺ
ഇമോഷണൽ ചാർജ് മൈനസ് ചെയ്യാന്നുള്ളതാണ്. ഇമോഷണലി നമ്മൾ അതിൽ ആ ഒരു സിനാരിയോ, ആ ഒരു സിറ്റുവേഷന് ഇമോഷണലി നമ്മൾ കൊടുത്ത സാധനങ്ങൾ അങ്ങ് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ വാട്ട് ഹാപ്പൻ സാധനം, സംഭവം, വാക്കുകളെല്ലാം നിഷ്കളങ്കരാണ്. ആക്ച്വലി വാക്കൊന്നും ഒന്നും ചെയ്യുന്നില്ല. ബട്ട് അതിൽ കയറുന്ന ഇമോഷൻസ് ആണ് പലപ്പോഴും പണി തരുന്നത്. പറഞ്ഞ വാക്കുകളുണ്ടാവും പലപ്പോഴും അവര് നമ്മളെ ഹേർട്ട് ചെയ്യാനോ നമ്മളെ ആ രീതിയിൽ അവര് പറഞ്ഞിട്ടുണ്ടാവും, ആരെങ്കിലും പറഞ്ഞത്. അപ്പൊ ആ വാക്കുകളെല്ലാം മേ ബി അടുത്ത് തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ നമ്മൾ ഭയങ്കര ബിസി ഷെഡ്യൂളെല്ലാം ആയി കഴിഞ്ഞാല് അതിങ്ങനെ നാച്ചുറലി വന്നു. അപ്പൊ വാട്ട് ഹാപ്പൻ മൈനസ് ഇമോഷണൽ ചാർജ് ഈസ് ഫോർഗിവ്നെസ്. ഓക്കെ, അപ്പൊ ഫോർഗിവ്നെസ് ഹോൾഡ് ചെയ്യാം ഇൻ യുവർ ലൈഫ്. ഹാപ്പിനെസ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്ലസ് ഫോർഗിവ്നെസ് പ്ലസ് അൺകണ്ടീഷണൽ ലവ്. ഈ 3 സാധനം ഹോൾഡ് ചെയ്തല്ലാന്ന് ഈ ഒരു അൾട്ടിമേറ്റ് സാധനമായ ഹാപ്പിനെസ് നമ്മളിലേക്ക് വരുള്ളൂ. അത് നമ്മളെ കരിയറിലായാലും നമ്മളെല്ലാം എവിടെ നമ്മൾ സക്സസ്, എന്തായാലും ഈ ലൈഫിന്റെ ഒരു അൾട്ടിമേറ്റ് ഗോള് നമ്മളെല്ലാരും ചെയ്യുന്ന ഒരു സമാധാനമുള്ള ജീവിതത്തിനാണ്. ഇപ്പൊ അടുത്തിടെ ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്കൊന്നും വേണ്ടെങ്കിൽ കുറച്ച് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ആള് കുറേ സാധനങ്ങൾ ഇമോഷൻസിന്റെ ലോകത്ത് ഇങ്ങനെ ജീവിക്കാണ്. ഇമോഷൻസിന്റെ ബാഗേജസും കൊണ്ട് ആളിങ്ങനെ ജീവിക്കാണ്. അതേപോലെ ആളെ അട്രാക്ട് ചെയ്യുന്നതും ആ ഒരു ഇമോഷണൽ സാധനങ്ങൾ തന്നെ വീണ്ടും 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 അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫോർഗിവ്നെസിന്റെ കാര്യം. സോ പ്ലീസ് ഡു ഫോർഗിവ്നെസ്. ഹാപ്പിനെസ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്ലസ് ഫോർഗിവ്നെസ് പ്ലസ് അൺകണ്ടീഷണൽ ലവ്. അപ്പം താങ്ക് യു സോ മച്ച്. ഓവർ ടു യു, റിൻഷി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫരിഷ മാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പേഴ്സണൽ എക്സ്പീരിയൻസുകളും ഒരുപാട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഫോർഗിവ്നെസിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞു തന്നു അല്ലെ. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളിൽ നമുക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ജസ്റ്റ് റിലീസ് ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്താണ് നമുക്ക് വേണ്ട കാര്യങ്ങളിൽ നമ്മൾ ട്രൂ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റേസ് ഹാൻഡ്. ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ പ്രൊസീഡ് സർ. ഐ വിൽ അൺമ്യൂട്ട്. ഓക്കെ, ഓഡിബിൾ അല്ലേ? യെസ്, ഓഡിബിൾ ആണ്. പറഞ്ഞോ. ഓക്കെ, ഐ എം റിയലി സോറി വീഡിയോ മോഡിൽ വരാൻ പറ്റാത്തതിന്. പ്ലീസ് ഫോർഗിവ് മീ. ഫോർഗിവ്നെസ്സിൻ്റെ സെഷൻ ആകുമ്പോൾ ആദ്യം തന്നെ അത് പറയണമല്ലോ. പിന്നെ ഇപ്പോൾ കോച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്, അപ്പോൾ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഓർമ്മ വരുന്നുണ്ട്. ഡാർക്ക്നെസ് കനോട്ട് ഡ്രൈവ് ഔട്ട് ഡാർക്ക്നെസ്, ഓൺലി ലൈറ്റ് ക്യാൻ ഡു ദാറ്റ്. ഹേറ്റ് കനോട്ട് ഡ്രൈവ് ഔട്ട് ഹേറ്റ്, ഓൺലി ലവ് ക്യാൻ ഡു ദാറ്റ്. ഇരുട്ടിന് ഒരിക്കലും ഇരുട്ടിനെ തുടച്ചു നിൽക്കാനാവില്ല, അതിന് വെളിച്ചം തന്നെ വേണം. അതേപോലെ വെറുപ്പ് കൊണ്ട് ഒരിക്കലും നമുക്ക് വെറുപ്പിനെ തുടച്ചു നീക്കാനാവില്ല, അതിന് സ്നേഹം വേണം. അപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഈ അബ്യൂസിനൊക്കെ ഇരയായിട്ടുള്ള ആളുകളോട് എന്ത് തൊലിക്കട്ടിയുള്ള ആളാണെങ്കിൽ പോലും നമുക്ക് പോയിട്ട് നിങ്ങൾ അവരോട് പുറത്തു കൊടുക്കണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ശരിയാണ്, മനുഷ്യത്വമുണ്ടെങ്കിൽ നമുക്കത് പറ്റില്ലെന്ന് പറയും. പക്ഷേ നമ്മൾ ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാനസികമായിട്ട് മുറിവേറ്റ ഒരാളാണെങ്കിലും ശാരീരികമായിട്ട് മുറിവേറ്റ ഒരാളാണെങ്കിലും ആ മുറിവേൽപ്പിച്ച ആളോട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് അയാൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയാവോ? ഈ ചിന്തകൾ വീണ്ടും വീണ്ടും നമ്മളെ വന്ന് വീണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അബ്യൂസ് ചെയ്യപ്പെട്ട ഒരാള് ആത്മാർത്ഥമായിട്ട് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കിപ്പോൾ മാഡം പറഞ്ഞതുപോലെ തന്നെ മറ്റേ ആള് കാണുമ്പോൾ ഒരു ചിലപ്പോൾ ചിരി വരാം, അല്ലെങ്കിൽ യാതൊരു വികാരവും ഇല്ലാത്ത ഒരു നിർവികാരത വരാം. നേരെ മറിച്ച് പുറത്തു കൊടുക്കാതെ ആ ഒരു വികാരം ഇങ്ങനെ ഉള്ളിൽ കെട്ടിക്കിടക്കുമ്പോൾ ആരെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് അതൊരു ഭയമായിട്ട് മാറും. സഹോദരനെ കാണുമ്പോഴായിക്കോട്ടെ, അധ്യാപകനെ കാണുമ്പോഴായിക്കോട്ടെ, ഇതേപോലുള്ള ഒരുപാട് ആളുകളോട് സംസാരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കണ്ണുടച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തു കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗ എന്നൊരു ചോദ്യമായിരുന്നു. പറഞ്ഞു ട്രസ്റ്റ് മീ പുറത്തു കൊടുക്കാൻ പറഞ്ഞു. ആ പുറത്ത് കൊടുത്തതിന് ശേഷം അവർക്കുണ്ടായ മാറ്റവും ഞാൻ കണ്ടനുഭവിച്ചതാണ്. പിന്നെ അവർക്ക് മുമ്പോട്ട് ജീവിക്കാനായിട്ട് ഒരു ധൈര്യം എന്നതിലുപരി എന്തൊക്കെയോ ഒരു ആവേശമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജീവിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാളോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? ജീവിക്കാൻ മതിയായ കാരണമൊന്നും കിട്ടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞതുപോലെ ഇതുപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പുറത്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു റേ ഓഫ് ഹോപ്പ് ആയിരിക്കും, പ്രതീക്ഷയുടെ ഒരു
വെളിച്ചമായിരിക്കാം. ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിസ്സാര കാര്യമല്ല. ഇപ്പോ ഇവിടെ ഫാരിഷ പറഞ്ഞതിലും എത്രയോ എത്രയോ ആഴത്തിലാണ്. ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളായിരുന്നില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം കേട്ടോ. ക്ഷമ ചോദിക്കാൻ എന്തിനാ, ഐ ആം ദ സോറി അളിയാന്നൊക്കെ ചുമ്മാ തമാശയ്ക്ക് പറയുമെങ്കിലും എനിക്ക് അതിന്റെ സീരിയസ്നെസ് അറിയില്ലായിരുന്നു. എന്തിന്, താങ്ക് യു എന്ന വേർഡിന്റെ പോലും ശരിയായ അർത്ഥം അറിയാത്ത ഒരാളായിരുന്നു. ഒരുപാട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടന്ന് ഇതെൻ്റെ മുഖത്തെപ്പോഴോ പ്രതിഫലിക്കാൻ തുടങ്ങി. എൻ്റെ ആ ഒരു തെളിച്ചമൊക്കെ അങ്ങ് കെട്ടുമടങ്ങുന്ന ഒരു സമയത്താണ് എനിക്കൊരിക്കലും ഒരു വഴികാട്ടിയെ കിട്ടുന്നത്, എൻ്റെ ഗൈഡിനെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു യാത്രയിൽ എത്തിപ്പെട്ടപ്പോഴാണ് എന്താണ് ഫോർഗീവ്നെസ് എന്ന് ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതുവരെയും എനിക്ക് ദേഷ്യമുണ്ടായിരുന്ന ആളുകളോടൊക്കെ ഞാൻ അങ്ങ് ഫോർഗീവ്നെസ് ചുമ്മാ നിരത്തിയിരുന്ന് എഴുതാൻ തുടങ്ങി. അപ്പോൾ ആ എഴുതുന്ന സമയത്ത് എൻ്റെ ഉള്ളിലത്തെ ഒരു ഭാരം അങ്ങ് ഇല്ലാതാകുന്നതായിട്ട് ഞാൻ അനുഭവിച്ചറിയുകയാണ്. ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാം, ഫോർഗീവ്നെസ് എന്തെന്ന് ഇനിയും മനസ്സിലാകാത്തവരോട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ അഴുക്കുകളൊക്കെ കഴുകിക്കളഞ്ഞിട്ടല്ലേ ഉറങ്ങാറുള്ളത്? കുളിച്ചിട്ടായിരിക്കാം, പല്ല് തേച്ചിട്ടായിരിക്കാം, അറ്റ്ലീസ്റ്റ് ഒന്ന് മുഖമെങ്കിലും കഴുകിയിട്ട് കിടക്കാറില്ലേ? അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഡെയിലി പല്ല് തേക്കുന്ന ആൾക്കാരല്ലേ, കുളിക്കുന്ന ആൾക്കാരല്ലേ? അപ്പം നമ്മൾ കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വസ്ത്രങ്ങളിലും ശരീരത്തിലും ഒക്കെ അഴുക്ക് പുരളാതെ നോക്കും. അതിന് കാരണം എന്താ? ഞാൻ ഓൾറെഡി കുളിച്ച് വൃത്തിയായ ഒരാളാണ്. ഇനി എൻ്റെ ശരീരത്തിൽ അഴുക്ക് പുരണ്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടാകുമല്ലോ, മോശമാകുമല്ലോ എന്നൊരു ചിന്ത വരും. അപ്പോൾ ഫോർഗീവ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം, നമുക്ക് ക്ഷമ ചോദിക്കാൻ 1000 പേരുണ്ടാവാം. ഇതൊന്നുമില്ലെങ്കിലും നമ്മളോട് തന്നെ ക്ഷമ ചോദിക്കാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തകൾക്ക്, പാഴാക്കി കളഞ്ഞ സമയങ്ങൾക്ക്, മറ്റുള്ളവരെ വേദനിപ്പിച്ചതിന് എന്ന് വേണ്ട, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടൊരു ശ്വാസം എടുക്കാത്തതിന് പോലും ക്ഷമ ചോദിക്കാം. അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ കസേരയിൽ ഇരിക്കുന്ന ഫീൽ അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു ശ്വാസം എടുക്കുമ്പോൾ ആ ശ്വാസത്തിന്റെ ഒരു ഫ്രഷ്നെസ്സിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് വാരി തിന്നിട്ട് പോകാതെ അതിന്റെ ഉപ്പും മുളകും രുചികളും ഒക്കെ അനുഭവിച്ചറിഞ്ഞിട്ട് കോൺഷ്യസ്ലി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിനും ക്ഷമ ചോദിക്കാം. ഇങ്ങനെയൊക്കെ ക്ഷമ ചോദിച്ച് ക്ഷമ കൊടുത്ത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്താണെന്നറിയോ? നമ്മൾ തെറ്റുകൾ ചെയ്യുന്നതിൻ്റെ അളവ് കുറഞ്ഞു വരും. ശരിക്കും ഈ ഫോർഗീവ്നെസ് ശീലിച്ച് തുടങ്ങിയതിന് ശേഷം നമ്മൾ തമാശക്കൊക്കെ ചിലപ്പോൾ കൂട്ടുകാരെയൊക്കെ ചീത്ത വിളിക്കും, ഇല്ലെങ്കിൽ വീട്ടിലെ പെറ്റ്സിനെയൊക്കെ വഴക്ക് പറയും, ചീത്ത പറയും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ, ഓ ഞാൻ ചെയ്തത് തെറ്റായി പോയിട്ടോ, ഐ ആം റിയലി സോറി മൈ ഡിയർ ക്യാറ്റ്, പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയും. അതിൽ യാതൊരു ഉളുപ്പും, പച്ച മലയാളത്തിൽ യാതൊരു ഉളുപ്പും ഇല്ല എന്ന് പറയാം. നാണവും മാനവും ഇല്ലാതെ ക്ഷമ പറയാൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ആ ജീവിതമാണ് ഏറ്റവും വലിയ സ്വർഗം. പക്ഷേ ക്ഷമ പറയുമ്പോൾ നമ്മുടെ ഈഗോയിൽ ഇരുന്നിട്ടോ ഔദാര്യബോധത്തിൽ ഇരുന്നിട്ടോ ഫോർഗീവ്നെസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓ ഇപ്പം ഇവരൊക്കെ പറഞ്ഞതല്ലേ ഫോർഗീവ്നെസ് ചെയ്യാം, എന്നാ ശരി ഞാൻ ചെയ്തേക്കാം, പോട്ടെ റെൻഷന, ഐ എം റിയലി സോറി എന്ന് പറഞ്ഞ് ഒരു ഈഗോയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഫോർഗീവ്നെസ് ചോദിക്കുന്നതെങ്കിൽ, ക്ഷമ ചോദിക്കുന്നതെങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. നേരെ മറിച്ച് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അല്ലാത്ത പക്ഷം നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ സഹായിക്കാത്രത്തോളം കാലം ഒരിക്കലും ദൈവം പോലും നമ്മളെ സഹായിക്കുകയല്ലെന്നാണ് പറയുന്നത്. ഗൈഡ് ഒരിക്കൽ ഈ ഒരു ജേർണിയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ അത്ര ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ കഷ്ടപ്പെടുത്താതെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയാൻ. അത് ഞാൻ ആലോചിച്ചത് എന്തായിരിക്കും ഇങ്ങനെ പറയുന്നത്. പിന്നെയാണ് മനസ്സിലായത്, എൻ്റെ ഉള്ളിൽ കെട്ടിക്കിടന്നിരുന്ന കുറേ വേണ്ടാത്ത ചിന്തകളുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്തുള്ള വീട്ടുകാരൻ ഒരു കാറ് വാങ്ങിക്കുമ്പോൾ, അയാൾ കാറ് വാങ്ങിച്ച് ഇയാൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? പക്ഷെ ഇതേപോലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഫോർഗീവ്നെസ് ആയിക്കോട്ടെ, ഇതൊക്കെ ശീലിച്ച് കഴിയുമ്പോൾ, ഓ അയാൾ കാറ് വാങ്ങിച്ചല്ലോ, കൺഗ്രാറ്റ്സ് ഹിം, ഒരു ദിവസം ഞാനും വാങ്ങിക്കും. നമ്മുടെ ഇമോഷൻ അവിടെ ചേഞ്ച് ആയി കഴിഞ്ഞു. പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റ് അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ, അത് ശീലിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് ജീവിതത്തിൽ വന്നിരിക്കും. ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നതും ചർമ്മരോഗങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ വിഷം കെട്ടിക്കിടക്കുമ്പോഴാണ്. വിഷമം എന്ന് പറഞ്ഞാൽ അത് വിഷം തന്നെയാണ്. വിഷമത്തിന്റെ ആ ഒരു അക്ഷരം ഒന്ന് മാറ്റി നോക്കൂ, ആ മാ എടുത്ത് കളഞ്ഞിട്ട് കഴിഞ്ഞാൽ വിഷമം ഈസ് ഈക്വൽ ടു വിഷം. ഈ വിഷമം കൂടുതലും ഉണ്ടാകുന്നത് ഓവർ തിങ്കിങ്ങിലൂടെയാണ്. സോ നമ്മൾ ഇതെല്ലാം കളഞ്ഞിട്ട് ജീവിക്കുന്ന സമയത്ത് ആ കണ്ണാടി നോക്കുമ്പോൾ ആ കാണുന്ന നമുക്ക് എന്ത് ഭംഗിയെന്നറിയാവോ? ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിലേക്ക് കുറേ നേരം നോക്കൂ, ഇതുവരെ കാണാത്തൊരു ഭംഗി അനുഭവിക്കാൻ പറ്റും. നമ്മൾ കാശ്മീരി ആപ്പിളിനെക്കാട്ടിലും തുടുത്ത മുഖത്തോട് കൂടിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ കളർ എന്തോ ആയിക്കോട്ടെ,
നമ്മുടെ ജന്മവർഗ ഗുണങ്ങൾ എന്തോ ആയിക്കോട്ടെ, സാമ്പത്തിക സ്ഥിതി എന്തോ ആയിക്കോട്ടെ, നമ്മുടെ മതം എന്തോ ആയിക്കോട്ടെ, അതിലൊന്നുമില്ല. എല്ലാ വേദഗ്രന്ഥങ്ങളിലും എല്ലാ ദൈവങ്ങളും ഒരേപോലെ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതിലൊന്ന്, നീ എത്രത്തോളം വലിയവനായിരിക്കുന്നോ അത്രത്തോളം ഞാൻ നിനക്ക് തരും. രണ്ടാമത്തേത്, നീ ഭൂമിയിലുള്ളവനോട് കരുണ കാണിക്കൂ, ആകാശത്തിലുള്ളവൻ നിന്നോടും കരുണ കാണിക്കൂ എന്നാണ്. അതായത് ക്ഷമ ചോദിക്കുന്നവനും ക്ഷമിച്ചു കൊടുക്കുന്നവനും കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്നുള്ളതൊക്കെ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ തന്നെ തീരുമാനിക്കാൻ പറ്റും. ജീവിക്കുന്ന ഈ ജീവിതം തന്നെയാണ് സ്വർഗവും നരകവും. നമ്മൾ പുറത്തു കൊടുക്കാതെയും ചോദിക്കാതെയും ഇരിക്കുന്ന അത്രയും കാലം നമ്മൾ നരകത്തിലാണ്. എന്നാൽ എപ്പോഴാണോ നമ്മളിത് ശീലിക്കുന്നത്, ആ നിമിഷം തൊട്ട് നമ്മൾ ജീവിക്കുന്നത് സ്വർഗത്തിലാവുകയും നമുക്ക് ചുറ്റിനുമുള്ളവരും ആ സ്വർഗത്തിലേക്ക് വരികയും ചെയ്യും. ദാറ്റ്സ് എ മാജിക് ഓഫ് ഫോർഗിവ്നെസ്. അപ്പോൾ ഇന്ന് തൊട്ട് ഉറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ അഴുക്കുകളൊക്കെ കഴുകി കളഞ്ഞിട്ടൊന്ന് ഉറങ്ങാൻ നിൽക്കുക. എഴുതൊന്നും വേണ്ട. കൂടെ ഉള്ളവരോട്, അടുത്തുള്ളവരോട്, ഹസ്ബൻഡോ വൈഫോ മക്കളോ അച്ഛനോ അമ്മയോ നിങ്ങളുടെ വീട്ടിലുള്ള പെറ്റ്സോ നിങ്ങളുടെ വീടോ എന്തോ ആയിക്കോട്ടെ, ഐ എം റിയലി സോറി, ഇത്രയും നാള് ഞാൻ നിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഞാൻ നിനക്ക് വേണ്ടത്ര പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ കുഞ്ഞെ, നീ എൻ്റെ അടുത്ത് നിന്റെ ആ കളിപ്പാട്ടവും കൊണ്ട് വരുമ്പോൾ, നിന്റെ ആ ഒരു പുസ്തകവും കൊണ്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ, ഞാൻ എൻ്റെ തിരക്കുകളിൽ ഇരുന്നപ്പോൾ നിന്നെ എപ്പോഴൊക്കെയോ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ശ്രദ്ധ നിനക്ക് നൽകാത്തതിന് എന്നോട് ക്ഷമിക്കൂ എൻ്റെ കുഞ്ഞെ. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനോടാണെങ്കിൽ പോലും ക്ഷമ ചോദിച്ചുകൊള്ളൂ. അത് എത്തേണ്ടിടത്ത് എത്തിക്കോളും. ആര് കണ്ടില്ലെങ്കിലും അവൻ കണ്ടുകൊള്ളും. ആ അവൻ കണ്ടു കഴിഞ്ഞാൽ അവനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവൻ നിങ്ങളെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്കറിയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കും. അതേ പറയാനുള്ളൂ. സോ ഞാൻ പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ മനസ്സിലാകാത്തുണ്ടെങ്കിൽ അഗെയിൻ ഐ എം റിയലി സോറി. പ്ലീസ് ഫോർഗിവ് മീ ആൻഡ് താങ്ക് യു സോ മച്ച് ഡിയർ ഫാരിഷ മിഥിലാജ്. ഒരുപാട് മനോഹരമായിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു. ഇനിയും ഒരുപാട് ആളുകളിലേക്ക് ഈ വാക്കുകൾ ഇങ്ങനെ ഒഴുകിയെത്തട്ടെ. താങ്ക് യു സോ മച്ച്. Okay, thank you so much, Prasid sir. That was a wonderful feedback. അല്ലെ, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് വേർഡ്സ് ആണ് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ റേസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ റിൻഷി, പ്രസീദ് സർ താങ്ക് യു സോ മച്ച്. ആക്ച്വലി പ്രസീദ് സാറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ റിൻഷി പറയണം പ്രസീദ് സർ ആരാണെന്നും എന്തൊക്കെയാണ് എന്നുള്ളത്. കാരണം റിയലി താങ്ക് യു പ്രസീദ് സർ ഈ സെഷൻ കേൾക്കാൻ വന്നിരുന്നത് തന്നെ. ഐ ഡോ നോ വാട്ട് ടു സേ. റിയലി താങ്ക് യു സോ മച്ച്. ബിക്കോസ് പലപ്പോഴും നമ്മളെ ഗൈഡിന്റെ സെഷൻസ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഭയങ്കര ഇൻഡപ്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് പ്രസിദ് സാറിന്റെ വാക്കുകളിലൂടെ എപ്പോഴും കിട്ടല് എന്നുള്ളതാണ്. അപ്പം റിൻഷി പ്ലീസ് പറ, പ്രസിദ് സാർ ആരാണ് എന്താണ് എന്നൊക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഫോർ ബീങ് വിത്ത് ദിസ്, ലൈക്ക് ഇപ്പം നമ്മളെ സെഷനിൽ വന്നതിന് റിയലി താങ്ക് യു. പ്രസിദ് സാർ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, നമ്മള് എറണാകുളത്ത് ഡയമറിയിൽ വന്നിട്ട് ഐ വാസ് ദേർ ടു ആളോട് ജസ്റ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച് നമ്മളെ ഈ ഒരു ഫ്രൈഡേ ടോക്ക് കേൾക്കാൻ വന്നതിലും. ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും നമ്മളെ ഗൈഡിന്റെ സെഷൻസ് കഴിഞ്ഞാല് പ്രസിദ് സാറിന്റെ ഫീഡ്ബാക്ക് ആണ് ഒരുപാട് ചിന്തിപ്പിക്കാറ്, അതിന്റെ ഇൻഡെപ്തിലേക്ക് ചിന്തിപ്പിക്കാറ്, ആഴങ്ങളിലേക്ക് ചിന്തിപ്പിക്കാറ് എന്നുള്ളതാണ്. അപ്പം അതാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫാരിഷ മാം. പ്രസീദ് സാറിനെ കുറിച്ച് ഞാനൊന്നും പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ മീൻ ഹി ഹിംസെൽഫ് ക്യാൻ സേ, അല്ലേ? എന്നെ കുറിച്ച് പറയാൻ ഞാനൊരു മനുഷ്യനാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പദവികളോ സ്ഥാനമാനങ്ങളോ ഒന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ഹ്യൂമനാണ്. നാട് കോട്ടയമാണ്, കേരളത്തിലെ ഒരാളാണ്. പിന്നെന്താ, ഇവരെ പോലെയൊക്കെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ഭംഗി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരാള്. അല്ലാതെ എന്നെക്കുറിച്ച് ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ തീർച്ചയായിട്ടും ഹാപ്പിയാണ് എൻ്റെ ഓരോ നിമിഷത്തിലും. അതാണ് എനിക്ക് വന്നൊരു മാറ്റം. ഒരിക്കലും ഇപ്പം ഇവിടെ ഇരിക്കുന്ന റിൻഷിനെയും ഫാരിഷയും അല്ലാതെ എനിക്ക് ആരെയും അറിയില്ല. നിങ്ങളൊക്കെ എന്ത് തേടിയാണ് ഇവിടെ വന്നതെന്ന് അറിയില്ല. ഓക്കെ, നിങ്ങൾ എന്ത് തേടി ഇവിടെ വന്നതാണെങ്കിലും
നിങ്ങൾ ഇനി എന്ത് തേടി എവിടേക്ക് പോവുകയാണെങ്കിലും ഒറ്റ കാര്യം പറയാം, നിങ്ങൾ അതിൽ വിശ്വസിക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്. ആൻഡ് നിങ്ങളെ വിളിച്ചു വരുത്തിയ ഒരാൾക്കാരുണ്ടായിരിക്കും, അവരൊരിക്കലും നിങ്ങളെ വഴി തെറ്റിക്കാനല്ല വിളിച്ചു വരുത്തുന്നത്, അവർ നിങ്ങളെ നേർവഴിക്ക് നയിക്കാനാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യത്തിൽ ഡൗട്ട് ചെയ്യാതെ നിങ്ങൾ അതിൽ ട്രസ്റ്റ് ചെയ്യുക, ദെൻ മുമ്പോട്ട് പോവുക. ആ പറയുന്ന ഒരു കാര്യങ്ങളും സുരേഷ് ഗോപി ഒരു ഞാൻ കോടീശ്വരനാണ് അല്ലേ, അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പറയാറുണ്ടല്ലോ, ഒരറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെ ഒരു കാര്യങ്ങളും ചെറുതല്ല. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ചെയ്യുക, മുമ്പോട്ട് പോവുക. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, നാളെ നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. കാരണം എന്താ, നമ്മളുടെ അനുഭവങ്ങളാണ് വാക്കുകളായിട്ട് പുറത്തു വരുന്നത്, അക്ഷരങ്ങളായിട്ട് വരുന്നത്. അത്രേ ഉള്ളൂ. എനിക്ക് വീഡിയോ മോഡിൽ വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, ഞാൻ ഒരു വർക്കിന് ഇടയ്ക്കാണ്. പക്ഷേ ഇതെന്തോ ലിങ്ക് കണ്ടപ്പോൾ, ഞാൻ അങ്ങനെ ഒരിക്കലും കയറുന്ന ആളല്ല, പെട്ടെന്ന് ഞാൻ വന്ന് കയറുന്നു. എനിക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ ജോലിക്ക് ഇടയിൽ അതിങ്ങനെ കേട്ടിരിക്കുക, ടൈപ്പിങ്ങിന് ഇടയ്ക്ക് ഞാൻ അത് കേട്ടിരുന്ന് അതിലങ്ങ് ലയിച്ചു പോയി. അത്രേ ഉള്ളൂ. ആൻഡ് താങ്ക് യു സോ മച്ച് എന്നെ കേട്ടിരുന്നതിനും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് പ്രസീദ് സർ. ഹീസ് ആൻ ഓതർ ഓഫ് ദ ബുക്ക് ഹാദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ബുക്ക് എഴുതിയിട്ടുള്ള ആളാണ്. ഓൾസോ ഹീസ് എ ഫിലിം ഡയറക്ടർ. ഒരുപാട് അപ്കമിങ് സർപ്രൈസസ് ആയിട്ട് ഒരുപാട് ബുക്സ് ഇനിയും വരാനിരിക്കുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ അല്ലേ. അപ്പം ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആർക്കും ഷെയർ ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ആരെങ്കിലും റെക്കോർഡിങ്സ് കാണാനിരിക്കുന്ന ആളുകളൊക്കെ എന്തായാലും കണ്ടതിന്റെ ശേഷം ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ ഇനി ഒരുപാട് വർക്ക്ഷോപ്സ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്, ഗ്രൂപ്പിൽ എന്തായാലും അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് എൻഡ് ദ സെഷൻ. നെക്സ്റ്റ് ഫ്രൈഡേ ടോക്കിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.